അപ്പാ നിന്റെ സാന്നിധ്യത്തിനായി നന്ദി അപ്പാ. Thank you for your presence, Lord. Oro ba shekele re sekele bala rako. Ore bala sere bala re koro ba shere bala koro. Shere bala sere bolo ko bolo koro sere kerere bala kororo. Shere kerere. ആ കുഞ്ഞിനെ പിടിച്ചിരിക്കുന്ന ആന്റിയുടെ ബാക്കിൽ എപ്പോഴും ഒരു പേടി ഇങ്ങനെ പുറകെ നടക്കുന്ന പോലെ തോന്നും. രാത്രി ഉറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ശല്യപ്പെടുത്തുന്ന പേടിപ്പിക്കുന്ന ഒരു ദുരാത്മാവിനെ എനിക്ക് കാണാം. അത് കാരണം പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറിക്കുകയും ആമേൻ ഒരു കാര്യത്തിലും സന്തോഷിക്കാനോ ഒരു കാര്യം ഫുൾഫിൽ ചെയ്യാനോ പറ്റാറില്ല. ആമേൻ ചില സമയത്ത് തോന്നും ഒരു സൈഡ് മൊത്തം തളർന്നു പോകുന്ന പോലെ തോന്നും. ആമേൻ ഒരു ജോലി എടുക്കാൻ പറ്റാത്ത പോലെ തോന്നും. ആമേൻ എന്തിനാ ഇനി ജീവിക്കുന്ന എന്നൊരു ചിന്ത തലേ ഭരിക്കുക. മരിച്ചാ മതി എന്ന് ചിന്ത കൺട്രോൾ ചെയ്യുന്ന കാണാം. ആമേൻ ഇന്ന് കർത്താവ് ചേച്ചീനെ ആ സ്ഥലത്ത് നിന്ന് പുറത്തു കൊണ്ടുവരിക. ഇന്ന് മുതൽ ആ കാര്യത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവുക. ഇന്ന് ആ ദുരാത്മാവിനെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അതിനെ പുറത്താക്കുകയാണ്. ഇനി അതുണ്ടാകത്തില്ല. ഫാമിലിയിലുള്ള ഡിപ്രഷൻ, ഫാമിലി പരമായ കാര്യങ്ങൾ ആമേൻ അത് കർത്താവ് നേരെയാക്കുക. ചേച്ചിയുടെ റിലേഷൻഷിപ്പ്, ഫാമിലിയിലെ ബന്ധങ്ങൾ എല്ലാം ഇടിഞ്ഞിരിക്കുക. എല്ലായിടത്തും കർത്താവ് ഉയർച്ച വരാൻ പോവുകയാണ്. ആമേൻ തോറ്റു എന്ന് വിചാരിച്ചെടുത്ത് കർത്താവ് ചേച്ചിനെ ഉയർത്താൻ പോവുകയാണ്. ഇനി മരണം ചേച്ചിനെ പുറകെ നടക്കത്തില്ല. ആ ചിന്തയെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. ഓ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആള് ചേച്ചിക്ക് കർത്താവിനെ അറിയണമെന്നും ആമേൻ ആ പ്രസൻസിലായിരിക്കണമെന്നും അനുഭവിക്കണമെന്നും ഭയങ്കര ആഗ്രഹം. എപ്പോഴും കർത്താവിന് വേണ്ടി നിൽക്കണമെന്നും ആമേൻ. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നത് കാണാം. ചേച്ചിയുടെ ലൈഫിലെ കാര്യങ്ങൾ ആമേൻ. ചേച്ചിനെ ഫിനാൻഷ്യലി കർത്താവ് ഉയർത്തുന്നത് കാണാം. ഫിനാൻഷ്യലി ഇടിഞ്ഞെടുത്ത് ചേച്ചിനെ കർത്താവ് ഉയർത്താൻ പോവുകയാണ്. ആമേൻ. ചില കാര്യങ്ങൾ മുമ്പേ വന്ന് നിൽക്കുക. ആമേൻ. അതിന് കർത്താവ് ഒരു വാതിൽ തുറക്കുകയാണ്. ആമേൻ. ആ കാര്യത്തിന് വേണ്ടി ചേച്ചിക്ക് അറിയത്തില്ല എവിടുന്ന് അതിന് പണം വരുന്നതെന്ന്, എവിടുന്ന് അതിന് വാതിൽ തുറക്കുന്നതെന്ന് ചേച്ചിക്ക് ഇപ്പോഴും സംശയമാണ്. പക്ഷേ ഈ വരുന്ന ദിവസങ്ങളിൽ അതിനൊരു വാതിൽ തുറക്കാൻ പോവുകയാണ്. ഈ വരുന്ന ദിവസത്തിന് അതിനൊരു വാതിൽ തുറക്കാൻ പോവുകയാണ്. ചേച്ചി അത് പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും ആയിരുന്നത്. അതോടൊപ്പം ചേച്ചിയുടെ ഫാമിലി ആ കാര്യത്തിൽ ഒരു റിസ്റ്റോറേഷൻ വരികയാണ്. ഈ രണ്ട് കാര്യങ്ങളും പ്രാർത്ഥിച്ചു ആരാധിച്ചുകൊണ്ടോ ആയിരുന്നത്. ആമേൻ. ഇന്ന് ആ കാര്യത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോവുകയാണ്. ഇന്ന് മുതൽ ആ കാര്യത്തിൽ ഒരു റിസ്റ്റോറേഷൻ കർത്താവ് കൊണ്ടുവരാൻ പോവുകയാണ്. ആ ബ്ലാക്ക് ചുരിദാർ ഇട്ട ആന്റി പൊട്ടി വെച്ച് ആമേൻ. ആന്റിയുടെ മുട്ടുകൾ, തോള്, അതോടൊപ്പം ആന്റിയുടെ നെഞ്ചിൽ കർത്താവിന്റെ കര ഇരിക്കുന്നത് കാണാം. ഈ സൈഡ്, തോളിന്റെ ഈ സൈഡ് എപ്പോഴും ഇങ്ങനെ കുത്തി വലിക്കുന്നത് പോലെയും ജോലി എടുക്കാൻ പറ്റാത്തത് പോലെയും അതിങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ആന്റിയുടെ മുട്ടുകൾ, കൈയിന്റെ മുട്ടുകൾ ആമേൻ. അത് ചില സമയത്ത് അവിടെ ഭയങ്കര വേദന വരും. അത് കാരണം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആന്റിയുടെ നെഞ്ച് എനിക്ക് കാണാം. ആമേൻ. അവിടെ കർത്താവ് കൈവച്ചിരിക്കുന്നത് കാണാം. കുറച്ചു നേരം ബലത്തിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ, ജോലി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരത്തേക്ക് ശ്വാസം മുട്ടലായിരിക്കും. ഒരു കാര്യം പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. ആന്റിയുടെ ലൈഫ്, ആന്റിയുടെ ഫാമിലി, ആ കാര്യത്തിലും കർത്താവ് റിസ്റ്റോറേഷൻ കൊണ്ടുവരിക. ഈ എല്ലാ കാര്യത്തിലും, ഞാൻ പറഞ്ഞ ഓരോ കാര്യത്തിലും കർത്താവിന്റെ റിസ്റ്റോറേഷൻ വരികയാണ്. ആമേൻ. ആ സൗഖ്യം മാനിഫെസ്റ്റഡ് ആവുകയാണ്.
എല്ലാവരും അന്യഭാഷയിൽ ആരാധിച്ചു. ഷെറെ കോലോറോ സെഖെരെ ഹോറാ ബാലാ ഖറാ സെഖോലോറോ ഖബാ ഷെറെ ഹോറാ ബാലാ സെഖെരെ ബാലാ ഖോറോ സെഖെരെ ജെലെ റാബാ സെഖോലോറോ ബാഖാ. അപ്പാ ഞങ്ങൾ ഓരോരുത്തരും അപ്പൊ നിന്റെ വചനം കേൾക്കാൻ പോവുകയാണ്. എത്ര പേര് എക്സൈറ്റഡ് ആണ് കർത്താവിന്റെ വചനം കേൾക്കാൻ? അമ്മേൻ ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേൽക്കാം. എത്ര പേർക്ക് അറിയാം നമുക്ക് ഓരോ നിമിഷവും കർത്താവ് ഒരു ഇൻഹെറിറ്റൻസ് തന്നിട്ടുണ്ടെന്ന്? നമ്മൾ ഓരോ മണിക്കൂറിലും കർത്താവ് നമുക്കൊരു ഇൻഹെറിറ്റൻസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഞാൻ ഓരോ മണിക്കൂറിലും ആ ഇൻഹെറിറ്റൻസ് അനുഭവിക്കുന്നു? എത്ര പേർക്ക് അറിയാം നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ ഗ്ലോറിയസ് ലൈഫിലാണ് ആയിരിക്കുന്നതെന്ന്? കഴിഞ്ഞ ആഴ്ച നമ്മളെ പഠിപ്പിച്ചു നമ്മൾ ഓരോരുത്തരും ഗ്ലോറിയസ് ലൈഫിലാണ്. എല്ലാരും എന്നോട് പറഞ്ഞ ഗ്ലോറിയസ് ലൈഫ്. ഗ്ലോറിയസ് ലൈഫ്. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് ഗ്ലോറിയസ് ലൈഫിലാണ്. ഗ്ലോറിയസ് ലൈഫ്. നമ്മൾ ഓരോരുത്തരും നടക്കേണ്ടത് ഗ്ലോറിയസ് ലൈഫിലാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഗ്ലോറിയസ് ലൈഫ് വരും, നമുക്കുണ്ടാകും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അത് പഠിപ്പിക്കുമ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു, ശരിയാണല്ലേ, നമ്മുടെ മേൽ പരിശുദ്ധ ആത്മാവുണ്ട്, ആ ഗ്ലോറിയസ് സ്പിരിറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് ഗ്ലോറിയസ് ആത്മാവ് നമ്മുടെ മേൽ വരും എന്നാണ്. ഗ്ലോറിയസ് ലൈഫ് നമുക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ആയിരിക്കുന്നത് ആ ഗ്ലോറിയസ് ലൈഫിലാന്ന് എന്നെ കൺട്രോൾ ചെയ്തിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ മെസ്സേജ് കേട്ടപ്പോൾ അപ്പ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ഇന്ന് മുതൽ ആ സാധനം, ആ ബോധ്യം എന്നെ കൺട്രോൾ ചെയ്യട്ടെ. നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യം മാനിഫെസ്റ്റഡ് ആകുന്നത് എങ്ങനെയാണെന്നറിയാവോ? അത് നിങ്ങളെ കൺട്രോൾ ചെയ്യുമ്പോൾ, ആ അവയർനെസ് നിങ്ങളെ ഏത് സമയം കൺട്രോൾ ചെയ്യുമ്പോൾ, ഹോളി സ്പിരിറ്റ് നമ്മുടെ മേലുണ്ടെന്ന അവയർനെസ് നമുക്ക് എത്രത്തോളം ഉണ്ടാകുന്നോ അത്രത്തോളം ചില കാര്യങ്ങൾ നമുക്ക് മുന്നേറാൻ പറ്റുന്നത്. അപ്പൊ ഒരു പ്രാവശ്യം പഠിപ്പിച്ചായിരുന്നു, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കറക്റ്റ് രീതിയിൽ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് ഉത്തരം കിട്ടത്തില്ല എന്ന്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, ഈ ടാബില് അതിന്റെ പാസ്വേഡ് അടിച്ചാലേ ഈ ടാബ് തുറക്കത്തുള്ളൂ. നിങ്ങളെല്ലാരും വന്ന് തെറ്റായ ഒരു പാസ്വേഡ് അടിച്ചു കഴിഞ്ഞത് തുറക്കത്തില്ല, ശരിയായ പാസ്വേഡ് അടിച്ചാലേ തുറക്കുള്ളൂ. അമേൻ. ആ മെസ്സേജിന് ശേഷം എനിക്കൊരു അവയർനെസ് ഉണ്ട്, ഏത് രീതിയില് ഏത് സമയത്ത് എങ്ങനെ ആ കറക്റ്റായ കോഡ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ അമേൻ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവാൻ തുടങ്ങി. നമ്മൾ എത്രത്തോളം ഗ്ലോറിയസ് ലൈഫിലാണെന്നുള്ള അവയർനെസ്സിലായിരിക്കുന്നു, എത്രത്തോളം ഗ്ലോറിയസ് ലൈഫിൽ ആണ് എന്ന ബോധ്യം നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾ ആ ഗ്ലോറിയസ് ലൈഫിൽ നടക്കാനായി തുടങ്ങും. മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ വർഷിപ്പ് ലീഡേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, ആരാധിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടോ? നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്നാണോ വരുന്നത് അതോ മുകളിൽ നിന്നാണോ വരുന്നത്? അവൻ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, കാരണം ആ കാര്യത്തിൽ നിങ്ങൾക്ക് കറക്റ്റായ ഒരു ബോധ്യമില്ല. നമ്മുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് ഉള്ളപ്പോൾ, നമ്മുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് ഉണ്ടെന്ന ബോധ്യത്തിലാണ് നമ്മൾ ആരാധിക്കുകയെങ്കിൽ, നമ്മുടെ ഉള്ളിൽ നിന്നാണ് കർത്താവ് വരുന്നതെന്ന്, ആ സാന്നിധ്യം ഒഴുകുന്നതെന്ന് ആ അറിവിലാണ് നമ്മൾ ഓരോരുത്തരും ആരാധിക്കേണ്ടത്. നമ്മൾ ആരാധിക്കുമ്പോൾ ഉണ്ടാവുന്ന സാന്നിധ്യം, നമ്മൾ ആരാധിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ മാനിഫെസ്റ്റേഷൻസ്, അത് നമ്മുടെ ഉള്ളിലെ ഹോളി സ്പിരിറ്റ് മാനിഫെസ്റ്റഡ് ആകുന്നതാണ്. പക്ഷെ നമുക്ക് ആ ബോധ്യമില്ല. പണ്ട് കൃഷി ചെയ്യുന്ന സമയത്ത് എല്ലാവരും മുകളിലോട്ട് നോക്കിയിരിക്കുമല്ലേ, മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അതേപോലെയാണ് ഇവിടെ എല്ലാവരും അമേൻ ക്രിസ്ത്യൻസ് നമ്മൾ എന്തോ ചെയ്യുന്നത്, മേളിൽ നിന്ന് ആ ഗ്ലോറി വരാൻ വേണ്ടി നോക്കിയിരിക്കും, മേളിൽ നിന്ന് എന്തെങ്കിലും കാര്യം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കും. പക്ഷേ റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, മുകളിലുള്ള എല്ലാ സാധനം കർത്താവ് നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുക. ആ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലായിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ കൺട്രോൾ ചെയ്യും നമ്മുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് ഉണ്ടെന്ന്. പക്ഷെ നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മേളിലോട്ട് നോക്കിയിരിക്കും, എപ്പോഴാണ് ഹോളി സ്പിരിറ്റ് ഒരു ഉത്തരം തരുന്നത്, എപ്പോഴാണ് മേളിൽ നിന്ന് എനിക്കൊരു ഒരു ഒരു കാര്യം ലഭിക്കുന്നത്.
നമുക്ക് ബൈബിളിൽ നിന്നുള്ള ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഇഗ്നോറൻസ് കാരണമാണ് നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നത് ഹോളി ആരാധിക്കുമ്പോഴും നമ്മൾ വർഷിപ്പ് ചെയ്യുമ്പോഴും കർത്താവിനെ പ്രൈസ് ചെയ്യുമ്പോഴും കർത്താവ് ഹോളി സ്പിരിറ്റ് മുകളിൽ നിന്നാണ് വരുന്നതെന്ന്, അല്ലെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം മുകളിൽ നിന്നാണ് വരുന്നതെന്ന്. നമ്മൾ ഓരോരുത്തരും പുതിയ സൃഷ്ടിയായപ്പോൾ എന്തോ സംഭവിച്ചെന്നറിയോ? ആ ഹെവൻ മുഴുവൻ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുക. നമ്മൾ ഓരോ നിമിഷവും ആരാധിക്കുമ്പോഴും ആ ഹോളി സ്പിരിറ്റ് മാനിഫെസ്റ്റഡ് ആകും. നമ്മൾ ആ ബോധത്തിൽ ആരാധിക്കുവാണെങ്കിൽ നിങ്ങൾ ഓരോ നിമിഷവും സന്തോഷത്തിന്മേൽ ഗ്ലോറിയിൽ മേൽ നടന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആ ബോധ്യം കൺട്രോൾ ചെയ്യണം. നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ആ സാന്നിധ്യം ഒഴുകുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ആ പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ ഒഴുകുന്നത്. കർത്താവ് ഓൾറെഡി നമുക്ക് എല്ലാം തന്നിരിക്കുക. അടുത്തിരിക്കുന്ന വ്യക്തികളോട് പറഞ്ഞേ, ഗ്ലോറിയസ് ലൈഫ്. നമ്മൾ ഓരോരുത്തരും ഗ്ലോറിയസ് ലൈഫിലാണ്. എന്താണ് ഗ്ലോറിയസ് ലൈഫ്? നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജോബിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ ആ ഗ്ലോറി വെളിപ്പെടാൻ പോവുകയാണ്. ഇന്നേ ദിവസം മുതൽ ആ ഗ്ലോറി നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടും. ആമേൻ. നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യം അതിനെ ബിലീവ് ചെയ്ത് അതിനെ കൈവശമാക്കിയാൽ മതി. അത് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റഡ് ആകും. എല്ലാവർക്കും ഇരിക്കാം. നമ്മളൊരു വാക്യം വായിക്കാൻ പോവുകയാണ്. Luke 24:49. Listen carefully. I'm sending the promise of my Father upon you, but you are to remain in the city of Jerusalem until you are clothed, fully equipped with power from on high. Luke 24:49. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞങ്ങൾ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളെ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിനെന്ന് അവരോട് പറഞ്ഞു. ഇംഗ്ലീഷ് വേർഷനിൽ എഴുതിയിരിക്കുന്ന അത് ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആണ്. അവിടെ എഴുതിയിരിക്കുന്ന യുവർ ക്ലോത്ത് ഫുള്ളി എക്വിപ്ഡ്. ഫുള്ളി എക്വിപ്ഡ് എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാവോ? ഫുള്ളി എക്വിപ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യേണ്ടതിന് വേണ്ട ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നു. ഫുള്ളി എക്വിപ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ ടാസ്കിനെയും, നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും നടത്തുവാൻ, പൂർത്തീകരിക്കാൻ വേണ്ട ആവശ്യമായ എല്ലാ കാര്യങ്ങളും കർത്താവ് നമ്മൾ തന്നിരിക്കുക. ഹോളി സ്പിരിറ്റ് വന്നപ്പോ, പരിശുദ്ധാത്മാവ് വന്നപ്പോ അവൻ നമ്മളെ അതിൽ ക്ലോത്ത് ചെയ്തിരിക്കുക, മൊത്തത്തിൽ ധരിച്ചിരിക്കുക, ഹോളി സ്പിരിറ്റിനെ ധരിച്ചിരിക്കുക. നിങ്ങളുടെ ലൈഫിനെ നോക്കിയേ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും. ഏത് കാര്യം നമ്മുടെ മുമ്പിൽ വന്നാലും, ഏത് പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്നാലും, ഒരു കാര്യത്തിന് അത് പൂർത്തീകരിക്കാനുള്ള ഫുൾ കാര്യങ്ങളും നമ്മൾക്ക് തന്നിട്ടുണ്ടെന്ന് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? ഇവിടെ പറയുന്ന ഫുള്ളി എക്വിപ്ഡ് എന്നാണ്. ചില ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ നമ്മുടെ തലയിൽ കൂടെ പോകുന്നത് ചില കാര്യങ്ങൾക്ക്. ഞാൻ പണ്ട് ചിന്തിക്കുമായിരുന്നു, ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ സ്പിരിച്വലി നമുക്ക് എല്ലാത്തിലും ഫുൾ നിറവ് വന്നു. സ്പിരിച്വലി നമുക്ക്, ഫിസിക്കലി നമുക്കുണ്ട്, എന്നാലും നമ്മുടെ കഴിവുകളും നമ്മുടെ കാര്യങ്ങളും അതിൽ സ്പിരിച്വലി ആണ് കൂടുതൽ. എനിക്ക് ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നതും കൂടുതൽ ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ ഈ വാക്യം കേൾക്കുകയും ഈ മെസ്സേജ് അപ്പോൾ പറയുമ്പോൾ എന്നെ എല്ലാ കാര്യത്തിലും ഹോളി സ്പിരിറ്റ് നിറച്ചു വെച്ചേക്കുക. എൻ്റെ മുമ്പിൽ വരുന്ന ഒരു ജോലിയാകട്ടെ, ഒരു ബിസിനസ് ആകട്ടെ, അതിനെ ഏറ്റവും നന്നായി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് എന്നിൽ ഓൾറെഡി തന്നിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ടത്, കർത്താവ് അത് ഏറ്റവും ബെസ്റ്റ് വേയിൽ നിങ്ങൾക്ക് ചെയ്യാൻ ആ ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ കർത്താവ് നിങ്ങളെ ഫുള്ളി എക്വിപ്പ് ചെയ്തു.
പക്ഷെ നമ്മൾക്ക് ആർക്കും ആ ബോധമില്ല. എല്ലാ കാര്യത്തിലും കർത്താവ് നമ്മളെ നിറച്ചു വെച്ചിരിക്കുന്നത്, കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കും. അത് നമുക്ക് ആ ബോധമില്ല. ഈ ലോകത്തെ ഉണ്ടാക്കിയവൻ, നമ്മളെ സൃഷ്ടിച്ചവൻ, നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ പറയുക, എനിക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യത്തിൽ കഴിവില്ല, എനിക്ക് ഈ കാര്യം ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഫുള്ളി എക്യുപ്ഡ് അല്ലാന്ന് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഈ ലോകം മൊത്തം ഉണ്ടാക്കിയ വ്യക്തി നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോഴും നമ്മൾ കർത്താവിനോട് പറയുക. അതിലെന്തോ ഒരു കുഴപ്പമില്ലേ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോ നമ്മളെ ആ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ ക്ലോത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ധരിച്ചു, ഫുള്ളി എക്യുപ്പ് ചെയ്തു നമ്മളെ. നമ്മള് ആ അവയർനെസ്സിൽ നടന്നാലേ ആ കാര്യം മാനിഫെസ്റ്റഡ് ആകത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം അറിയാം, എൻ്റെ അമ്മയ്ക്ക് ചില കാര്യങ്ങൾ ഭയങ്കര രസമായിട്ട് വെക്കാൻ അറിയാം, ഫുഡ് വെക്കാൻ അറിയാം. അപ്പൊ നമുക്ക് അതിനകത്ത് കൺഫ്യൂഷൻ ഇല്ല. ആ കാര്യത്തിൽ അമ്മയ്ക്ക് ഉറപ്പുണ്ട്, അമ്മ അതിനകത്ത് കംപ്ലീറ്റ് ആണെന്നും അമ്മ അതിനകത്ത് ഫുള്ളി ചെയ്യാൻ കഴിയുമെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ട്. ആ അവയർനെസ് അമ്മേനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതേപോലെയാ നമ്മുടെ ലൈഫിൽ കർത്താവ് നമ്മളെ ഫുള്ളി എക്യുപ്ഡ് ആണെന്ന് ആ അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കാര്യത്തിലേക്ക്, ആ കാര്യം നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റഡ് ആകത്തുള്ളൂ. ആമേൻ. ഇന്ന് മുതൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, കർത്താവ് എൻ്റെ മേൽ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നപ്പോൾ ഞാൻ ഫുള്ളി എക്യുപ്ഡ് ആണ്, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ളത് എൻ്റെ ഉള്ളിൽ കർത്താവ് തന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ആമേൻ, ഈ ദിവസം മുതൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അത് മാനിഫെസ്റ്റഡ് ആകാൻ തുടങ്ങും. നിങ്ങളുടെ ബിസിനസ് ആകട്ടെ, ആമേൻ, നിങ്ങളുടെ ജോലി ആകട്ടെ, ആമേൻ, നിങ്ങളുടെ ലൈഫ് ആകട്ടെ, ആമേൻ, നിങ്ങൾ കാര്യം വെക്കുന്ന എല്ലാ കാര്യത്തിലും അത് മാനിഫെസ്റ്റഡ് ആവാൻ പോകും. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഹോളി സ്പിരിറ്റ് വന്നപ്പോ കർത്താവ് നമ്മെ ഫുള്ളി എക്യുപ്പ് ചെയ്തു. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, യു ആർ ഫുള്ളി എക്യുപ്ഡ്. കർത്താവ് നിന്നെ ഫുള്ളി എക്യുപ്പ് ചെയ്തു എല്ലാ കാര്യത്തിനും വേണ്ടി. എല്ലാ കാര്യത്തിനും വേണ്ടി കർത്താവ് നിന്നെ ഫുള്ളി എക്യുപ്പ് ചെയ്തു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു വേർഡ് എന്ന് പറയുന്നത്, കർത്താവ് നിന്നെ എംപവർ ചെയ്തു എന്നാണ്. നിന്നെ ശക്തീകരിച്ചു. എല്ലാ കാര്യത്തിനും കർത്താവ് നിന്നെ ശക്തീകരിച്ചു. ഈ ഫുള്ളി എക്യുപ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കാല് വെക്കുന്നിടത്ത് മുഴുവൻ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. കാരണം അതിന് വേണ്ടിയുള്ള എല്ലാ കഴിവും നമ്മുടെ ഉള്ളിൽ ഓൾറെഡി കർത്താവ് തന്നിരിക്കുകയാണ്. അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും കർത്താവ് ഓൾറെഡി നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ജനിക്കുമ്പോഴേ കർത്താവ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുകയാണല്ലേ. നമുക്ക് ശ്വാസം എടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങള്, നെർവ് സിസ്റ്റം, ഒരു കാര്യം തലേന്ന് ബോഡിയിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങള്, എല്ലാ കാര്യങ്ങളും നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കുക. അതേപോലെ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ നിങ്ങളെ എല്ലാ കാര്യത്തിലും പ്രാപ്തരാക്കാനുള്ള കാര്യങ്ങൾ കർത്താവ് ഉള്ളിൽ തന്നിരിക്കുക. ആമേൻ. നിങ്ങൾക്കൊന്നിലും ഒരു കാര്യത്തിലും നിങ്ങൾ തോക്കത്തില്ല. നിങ്ങൾ എല്ലായിടത്തും സക്സസ് ആയിരിക്കുന്നതിന് പറയുന്നതിന് കാരണം എന്താണെന്നറിയോ? ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ നിങ്ങളെ കർത്താവ് ഫുള്ളി എക്യുപ്പ് ചെയ്തു. ആമേൻ. അവൻ നിങ്ങളെ മുഴുവനായി ശക്തീകരിച്ചു. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിത് കൺട്രോൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ ഈ അവയർനെസ് ഭരിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോഴേ ആ സാധനം മാനിഫെസ്റ്റഡ് ആവത്തുള്ളൂ. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പുള്ള പ്രാവശ്യം ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ വാക്യം, നിങ്ങൾക്ക് ദൈവം തന്ന വാക്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം, അതിനെ കൺഫസ് ചെയ്യണം. ആമേൻ. അതിൽ നിന്നാണ് നിങ്ങൾക്ക് ഓരോ മാനിഫെസ്റ്റേഷൻസും നിങ്ങൾ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നത്. ഞാൻ അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. എനിക്ക് ഒരു പ്രാവശ്യം വയറുവേദന വന്നപ്പോൾ ആദ്യം ഞാൻ പറയാൻ തുടങ്ങി, ലൈഫ് ഓഫ് ഗോഡ് ഇസ് ഇൻ മീ എന്ന്. പക്ഷെ വയറുവേദന കൂടിയപ്പോഴേക്കും പിന്നെ
പറയുന്ന രീതി മാറി. ഞാൻ പറഞ്ഞു കർത്താവ് എന്നെ ഹെൽപ്പ് ചെയ്യണേന്നായി. പിന്നെ കർത്താവ് എന്താ എന്നെ ഹെൽപ്പ് ചെയ്യാത്തതെന്നായി. പിന്നെ അവസാനം തോറ്റ് തീരുമാനമായപ്പോഴേക്കും ഞാൻ അപ്പയടുത്തോട്ട് ചെന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അപ്പ പ്രാർത്ഥിച്ചു, അത് സൗഖ്യമായി. ഞാൻ സൗഖ്യമായതിനു ശേഷം ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് എനിക്ക് എൻ്റെ മേലൊരു ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമാവാത്ത എന്താ, ഞാൻ പറഞ്ഞപ്പോൾ എന്താ സൗഖ്യമാവാത്തതെന്ന് ഞാൻ ചിന്തിച്ചു. കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം മെസ്സേജ് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ദൈവം തന്ന വാക്യത്തെ ഞാൻ അതിനെ മുറുകെ പിടിക്കാതെ ഒരു കുഞ്ഞു വേദന വന്നപ്പോൾ ഞാൻ അവിടെ കൺഫസ് ചെയ്യേണ്ടതിന് പകരം പിറുപിറുക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ കർത്താവെ എന്നെ സഹായിക്കണേ, അവിശ്വാസം പറയാൻ തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യത്തെ മെസ്സേജിൽ അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് കിട്ടുന്ന ബോധ്യത്തിൽ, ആ റെവലേഷനിൽ നിന്നാണ് നിങ്ങൾക്ക് കൺഫെഷൻസ് ഉണ്ടാകേണ്ടത്. അല്ലാതെ അപ്പോൾ ഓരോ കൺഫെഷൻസ് പറയുന്നു, അത് നിങ്ങൾ ഏറ്റു പറയുന്നു. അതുകൊണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അപ്പം ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ തപ്പി പറക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു കൺഫെഷൻ പറഞ്ഞായിരുന്നു, അത് പറഞ്ഞു കഴിഞ്ഞാൽ മാറുമെന്ന് നമ്മളിങ്ങനെ തപ്പി പറക്കാൻ തുടങ്ങും. പക്ഷെ ആ സമയത്ത് സത്യമായിട്ട് അത് ഓർമ്മ വരത്തില്ല. എനിക്ക് ആകെ ഒരു കാര്യം ഓർമ്മ വന്നുള്ളൂ, ലൈഫ് ഓഫ് ഗോഡ് ഇസ് ഇൻ മീ. അത് പക്ഷേ വേദന കൂടിയപ്പോൾ എനിക്ക് പറയാനും പറ്റിയില്ല. കാരണം എനിക്ക് ആ കോൺഫിഡൻസ് ഇല്ല. ഞാൻ അപ്പം പറഞ്ഞതിൽ നിന്ന് പറയാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ എനിക്ക് അവയർനെസ് ഉണ്ടായി, എന്തോ ആ റെവലേഷൻ ഉണ്ടായി. എന്താണ് നമ്മൾക്ക് തന്നിരിക്കുന്ന വാക്യത്തിൽ നിന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം, അതിൽ നിന്ന് നമുക്കൊരു കൺഫെഷൻ ഉണ്ടാകണം. അതാണ് നമുക്ക് കോൺഫിഡൻസ് തരുന്നത്. നിങ്ങൾക്ക് ഈ വാക്യം പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ബോധ്യം ഉണ്ടാകണം, ഒരു റെവലേഷൻ ഉണ്ടാകണം, ഒരു അവയർനെസ് ഉണ്ടാകണം. ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ ഞാൻ ഫുള്ളി എക്യുപ്ഡായി. ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കർത്താവ് എൻ്റെ മേൽ എല്ലാ കാര്യങ്ങളും ബെസ്റ്റായിട്ട് ചെയ്യാൻ, ഏറ്റവും നന്നായി ചെയ്യാൻ കർത്താവ് എന്നെ എക്യുപ്പ് ചെയ്തിരിക്കുക എന്നുള്ള അവയർനെസ് നിങ്ങളെ കൺട്രോൾ ചെയ്യണം. എത്രത്തോളം നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ അത് മാനിഫെസ്റ്റഡ് ആകും. അപ്പൊ സോവേഴ്സിന്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ 30 മേനിയായി ഉണ്ടായി, 60 മേനി ഉണ്ടായി, 100 മേനി ഉണ്ടായി. അതിൽ 30 മേനി ഉണ്ടായത് ആ വാക്യത്തെ മുറുകെ പിടിച്ചോണ്ട്. 60 മേനി ഉണ്ടായതിന് കാരണം ആ വാക്യത്തിൽ കൂടുതൽ ആഡ് ചെയ്തു. നിങ്ങൾക്ക് ലഭിക്കുന്ന ബോധ്യത്തിൽ എത്രത്തോളം നിങ്ങൾക്ക് ഉറപ്പുണ്ടോ, എത്രത്തോളം നിങ്ങൾ അവെയർ ആണോ, അത്രത്തോളം നിങ്ങൾക്ക് റിസൾട്ട് അത് തന്നോണ്ടേയിരിക്കും. നിങ്ങൾ ആ കാര്യത്തിൽ ഫ്രൂട്ട്ഫുൾ ആയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പ്രശ്നം നമുക്ക് ആ കാര്യത്തിൽ അവെയർനെസ് ഇല്ലാത്തുള്ളതാണ്. നമ്മുടെ പ്രശ്നം നമ്മളെ ആ കാര്യം കൺട്രോൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്കൊരു വാക്യം വായിക്കാം, Galatians 3:27. For all of you who were baptized into Christ have clothed yourself with Christ. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. സ്നാനപ്പെട്ട എല്ലാവരും യേശുവിനെ ധരിച്ചിരിക്കുകയാണ്. അപ്പൊ റൈച്ചസ്നെസ്സിനെ കുറിച്ച് പഠിപ്പിച്ചു അല്ലേ? റൈച്ചസ്നെസ്സിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ നമുക്ക് കർത്താവിന്റെ മുമ്പിൽ നീതിയോടെ നിൽക്കാൻ തന്നത് കാരണം കർത്താവിനെ നമ്മൾ ധരിച്ചിരിക്കുന്നതുകൊണ്ടാ. ദൈവം നമ്മളെ നോക്കുന്നത് യേശുവിലൂടെയാണ്. നമ്മളെ നോക്കുമ്പോൾ ദൈവം കാണുന്നത് കർത്താവിനെയാണ്. ആമേൻ. നമ്മൾ ഓരോരുത്തരും സ്നാനപ്പെട്ടപ്പോൾ കർത്താവിനെ ധരിച്ചവരാണ്. ആമേൻ. ഇവിടെ അടോണ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നത് എന്താണ്? ആ തുണി മേളിൽ കൂടെ ചുറ്റിയിരിക്കുന്നതല്ലേ കാണുന്നത്? ആമേൻ. ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ കർത്താവ് വന്നപ്പോ ആ കർത്താവിന്റെ ഗ്ലോറി നമ്മളെ ചുറ്റിയിരിക്കുക. ആമേൻ. അവ മുഴുവനായി നമ്മളെ ചുറ്റിയിരിക്കുക. പിന്നെ ആർക്കും നമ്മളെ കാണാൻ പറ്റത്തില്ല.
അവന്റെ ഗ്ലോറിയനെ കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു നമ്മളൊരു കാര്യം കൺഫസ് ചെയ്യും, അതിനെ ഇമാജിൻ ചെയ്യുക വേണ്ടത്. ആമേൻ. കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോ അവൻ ധരിച്ചിരിക്കുക. ഇതേപോലെ കർത്താവിന്റെ ഗ്ലോറി നമ്മളെ കാണാത്ത വിധം, ബാക്കിയുള്ളവർക്ക് നമ്മളെ കാണാത്ത വിധം അവന്റെ ഗ്ലോറി നമ്മളെ ധരിച്ചിരിക്കുക. നമ്മളെ കൺട്രോൾ ചെയ്യേണ്ട കാര്യം അതാണ്. നമ്മൾ ഓരോരുത്തരും ആമേൻ ബാക്കിയുള്ളവരുടെ മുമ്പില് കർത്താവിനെ ധരിച്ചവരാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എവിടെ പോയാലും എന്നിലൂടെ കർത്താവിന്റെ ഗ്ലോറിയെ ബാക്കിയുള്ളവർ കാണാവോ, എന്നെ കാണരുതെന്ന്. നമ്മള് സ്നാനപ്പെട്ട നിമിഷം മുതൽ കർത്താവിനെ നമ്മൾ ധരിച്ചിരിക്കുകയാണ്, ആ ക്രിസ്തുവിനെ നമ്മൾ ധരിച്ചിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ആ ബോധ്യം കൺട്രോൾ ചെയ്യുന്നവരുണ്ട്? എത്ര പേർക്ക് ആ ബോധ്യം നിങ്ങളെ ദിനം തോറും കൺട്രോൾ ചെയ്യുന്നവരുണ്ട്? നിങ്ങളെ ആ ബോധ്യം കൺട്രോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് മാനിഫെസ്റ്റഡ് ആകാൻ തുടങ്ങും. അപ്പൊ ബാക്കിയുള്ളവർ നിൽക്കുന്നവർ നിങ്ങളെ നോക്കിയിട്ട് പറയും, ആ പോകുന്ന വ്യക്തിക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടെന്ന് പറയും. ആ പോകുന്ന വ്യക്തിക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് പറയും. ചെയ്യുന്ന ഓരോ കാര്യത്തിലും ആമേൻ ബാക്കിയുള്ളവരിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരായിരിക്കും. കാരണം നിങ്ങൾ കർത്താവിനെ ധരിച്ചവരാണ്. എൻ്റെ സ്കൂളിൽ എല്ലാവരും എന്നെ നോക്കിയിട്ട് പറയായിരുന്നു, ഞാൻ ഏത് സമയം ഭയങ്കര ഹാപ്പിയാണ്. എക്സാം ആണെങ്കിലും ഭയങ്കര ഹാപ്പി, എക്സാം കഴിഞ്ഞാലും ഹാപ്പിയാ. എന്നെ ഒരു ടെൻഷൻ ഭരിക്കുകയോ അല്ലെങ്കിൽ എല്ലാ സമയത്തും ഞാൻ ചിരിച്ചുകൊണ്ടാണ് നടക്കാറ്. ഒരു കൊച്ചെൻ്റെ അടുത്ത് ചോദിച്ചു, നീ എങ്ങനെ ഏത് സമയം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുന്നതിന്? ആ സമയത്ത് ഞാൻ ബാക്കിയുള്ളവരിൽ വ്യത്യസ്തനാണ്. ആ സമയത്ത് എനിക്ക് ഇത്രയും ബോധ്യമില്ല പറഞ്ഞു കൊടുക്കാൻ. ഞാൻ സ്നാനപ്പെട്ട നിമിഷം മുതൽ കർത്താവിനെ ധരിച്ചിരിക്കുകയാണ്. ആമേൻ. ആ നിമിഷം മുതൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിലും സന്തോഷത്തിലാണ് ഞാൻ നടക്കുന്നത്. ബാക്കിയുള്ളവർക്ക് എന്നിൽ ആ വ്യത്യസ്തത കാണാൻ കഴിയും. ബാക്കിയുള്ളവർ എന്തെങ്കിലും സന്തോഷം വരുമ്പോൾ ചിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും സന്തോഷത്തിലായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം. കാരണം ക്രിസ്തുവിനെ നിങ്ങൾ ധരിച്ചിരിക്കുകയാണ്. നേരത്തെ അഡോണ മേൽ കൂടെ ഷോള് ചുറ്റിയപ്പോൾ അഡോണനെ കാണാത്ത പോലെ ആമേൻ ആ ധരിച്ചിരിക്കുന്നത് മാത്രം കാണുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും ആ മാനിഫെസ്റ്റേഷനിൽ ആ കാര്യത്തിൽ വിശ്വസിച്ച് അതിൽ അവയർനെസ്സിൽ നടക്കാൻ തുടങ്ങുമ്പോൾ ആമേൻ ബാക്കിയുള്ളവർ നോക്കിയിട്ട് പറയും, ആ വ്യക്തിയിൽ എന്തോ ഒരു ഭംഗി കൂടുതലുണ്ട്. ആമേൻ ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ എന്തോ ഒരു വ്യത്യസ്തതയുണ്ട്. എൻ്റെ അപ്പ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, എല്ലാ കാര്യത്തിലും ഭയങ്കര വ്യത്യസ്തതയാണ്. അപ്പയ്ക്ക് വെള്ളപ്പാണ്ടുണ്ടല്ലേ, പക്ഷെ ഇവിടെ വരുന്ന പുതിയ ആൾക്കാർ പറയുന്നത് ശ്രദ്ധിച്ചോണം. അപ്പനെ കാണാൻ എന്ത് ഭംഗിയാ, അപ്പനെ കാണാൻ സിനിമാ നടന്മാരെ പോലെ ഇരിക്കുമെന്ന് പറയും. അവർക്ക് വെള്ളപ്പാണ്ട് അപ്പ കണ്ണുകളിൽ അവർക്ക് കാണാൻ പറ്റുന്നില്ലേ? കർത്താവിനെ ധരിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കുന്നേ. കർത്താവിനെ ധരിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും ഒരു വ്യക്തിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമായി തോന്നാൻ തുടങ്ങും. നിങ്ങൾ ഓരോരുത്തരും കർത്താവിനെ ധരിച്ചവരാണ്. ആമേൻ. എല്ലാവരും കൺഫസ് ചെയ്തേ, ഞങ്ങൾ ഓരോരുത്തരും കർത്താവിനെ ധരിച്ചവരാണ്. ഞങ്ങൾ കർത്താവിനാൽ എക്വിപ്ഡ് ആണ്. ഞങ്ങൾ ഓരോരുത്തരും ആ ഗ്ലോറിയസ് ലൈഫിൽ നടക്കുന്നവരാണ്. ഓരോ നിമിഷം കർത്താവിന്റെ ഗ്ലോറി എൻ്റെ ലൈഫിൽ കാണുന്നു ഞാൻ. ആമേൻ. എന്നോട് കൺഫസ് ചെയ്തേ, എല്ലാ ദിവസവും ഞാൻ ആ ഗ്ലോറിയസ് ലൈഫിൽ നടക്കും. ആമേൻ. എല്ലാ കാര്യത്തിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യും. ആമേൻ. എല്ലാവരും എന്നോട് ഏറ്റു പറഞ്ഞ എല്ലാ കാര്യത്തിലും ഞാൻ ബെസ്റ്റ് ആയിട്ട് ചെയ്യും. കർത്താവിന്റെ മേൽ വന്നപ്പോൾ കർത്താവ് എന്നെ ഫുള്ളി എക്വിപ്പ് ചെയ്തു. കർത്താവിന്റെ മേൽ വന്നപ്പോൾ കർത്താവ് എന്നെ ഫുള്ളി എക്വിപ്പ് ചെയ്തു. ഇനി ഒരു കാര്യത്തിലും എനിക്ക് ഒരു കുറവുമില്ല. ഒരു കാര്യത്തിലും എനിക്ക് ഒരു കുറവുമില്ല. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഞാൻ ബെസ്റ്റ് ആയിരിക്കും. നിങ്ങൾ എല്ലാ ഏരിയയിലും, നിങ്ങളുടെ ലൈഫിലെ എല്ലാ ഏരിയയിലും നിങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കും. കാരണം ആ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഹോളി സ്പിരിറ്റ് ആണല്ലേ ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയത്. അവൻ ഉണ്ടാക്കിയ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അതിലെല്ലാത്തിലും പെർഫെക്ഷൻ കാണാം. എല്ലാം കംപ്ലീറ്റ് ആയിരിക്കും.
ഈ ലോകത്തെ ഉണ്ടാക്കി നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ പറയാം ഞാൻ ആ കാര്യത്തിൽ ലാക്ക് ചെയ്യുന്നു, ആ കാര്യത്തിൽ എനിക്ക് കുറവുണ്ടോന്ന്. നിങ്ങളെ ആ ബോധ്യം കൺട്രോൾ ചെയ്യുന്നില്ല. ഈ ലോകത്തെ ഉണ്ടാക്കിയവൻ എൻ്റെ ഉള്ളിൽ ഇരിക്കെ അമ്മേൻ എനിക്ക് ഒരു കാര്യത്തിലും കുറവുണ്ടാകത്തില്ല. എല്ലാ ഏരിയയിലും ഞാൻ കംപ്ലീറ്റ് ആയിരിക്കും. കാരണം കർത്താവ് എന്നെ ഫുള്ളി എക്യുപ്പ് ചെയ്തിരിക്കുക. ആമേൻ. ക്രിസ്തുവിനെ ഞാൻ ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ആ കോൺഷ്യസിൽ നടക്കാൻ തുടങ്ങണം. ആമേൻ. നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിങ്ങളുടെ തലയിലൊരു ഇമേജ് ഉണ്ടാകണം. നിങ്ങൾ ഫുള്ളി കവേർഡ് ആണ്. ആ ഗ്ലോറി നിങ്ങളെ ഫുള്ളി കവേർഡ് ആണ്. ആമേൻ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും കാണുന്നൊരു വെളിപ്പാടുണ്ട്. എൻ്റെ റൂം മുഴുവൻ മേഘം കൊണ്ട് നിറഞ്ഞ് എനിക്ക് വേറെ ഒന്നും കാണാത്ത വിധത്തിൽ കർത്താവിൻ്റെ പ്രസൻസ് ഇറങ്ങി, ആ ഗ്ലോറി ഇറങ്ങി നിൽക്കുന്നത് കാണാം. ആ സമയത്ത് എൻ്റെ ശരീരം മുഴുവൻ ആ കർത്താവിൻ്റെ ഗ്ലോറി കൊണ്ട് തിളങ്ങുന്നത് കാണാം. അത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്നതിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. കർത്താവിനെ ധരിച്ച നിമിഷം മുതൽ, ഹോളി സ്പിരിറ്റ് വന്ന നിമിഷം മുതൽ നിങ്ങൾ ആ ഗ്ലോറിയിലാണ് നടക്കുന്നത്. നിങ്ങളെ കാണുമ്പോൾ ബാക്കിയുള്ളവരെ ആ വ്യക്തിക്ക് എന്താ പ്രത്യേകമായി ചില കാര്യങ്ങളുള്ളതെന്ന് നിങ്ങളെ നോക്കി പറയാനായി തുടങ്ങും. നമുക്കൊരു വാക്യം വായിക്കാം. Acts of Apostles 1:8. But you shall receive power, ability, efficiency and might when the Holy Spirit has come upon you, and you shall be my witness in Jerusalem and all Judah and Samaria and to the ends of the earth. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ആംപ്ലിഫൈഡ് വേർഷനിൽ അതിന് 3 വേർഡ്സ് ആയിട്ടാണ് പറയുന്നത്. എബിലിറ്റി, കഴിവ്, കർത്താവിൻ്റെ കഴിവ്. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു കാര്യത്തെ ഏറ്റവും ബെസ്റ്റ് വേയിൽ ചെയ്യുക, അതിൻ്റെ റിസൾട്ട് ഏറ്റവും ബെസ്റ്റ് വേയിൽ കൊണ്ടുവരിക, അതിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അമ്മേ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എഫിഷ്യൻസി ആഗ്രഹിക്കുന്നവരാണല്ലേ. നമ്മുടെ സ്കൂളിലാകട്ടെ, നമ്മുടെ ജോലിയിലാകട്ടെ, ബിസിനസ്സിലാകട്ടെ, നമ്മൾ എഫിഷ്യൻസി ആഗ്രഹിക്കുന്നവരാ, എഫിഷ്യൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. പക്ഷെ ഈ വാക്യം പറയുക, ഹോളി സ്പിരിറ്റ് വന്ന നിമിഷം മുതൽ നിങ്ങളിൽ ആ എഫിഷ്യൻസി വർക്ക് ചെയ്യുക. ആ സോഴ്സ് ഓഫ് എഫിഷ്യൻസി നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുക. ഫസ്റ്റ് വേർഡ് കർത്താവിൻ്റെ കഴിവ്. ഇനി നിന്നിൽ വർക്ക് ചെയ്യുന്ന കർത്താവ് നിന്റെ കഴിവല്ല, പക്ഷെ യേശുവിൻ്റെ കഴിവാ, കർത്താവിൻ്റെ കഴിവാ നിങ്ങളിൽ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തരും കർത്താവ് ജനിച്ചപ്പോൾ കുറെ കഴിവ് തന്നായിരുന്നല്ലേ. ഞാനിങ്ങനെ ഡാൻസ് പ്രാക്ടീസും സ്കൂളിൽ ട്രാൻഡർ ആയതുകൊണ്ട് അവിടെ എല്ലാവരും ക്ലാസിക്കൽ ഡാൻസേഴ്സാണ്. എല്ലാവരും പണ്ട് കുഞ്ഞിലെ മുതലേ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നവരാണ്. അപ്പോൾ സാധാരണ ഞാൻ ഇവിടെ ആയിരുന്ന സമയത്ത് ഡാൻസ് ഡാൻസ് പ്രോഗ്രാംസിന് കയറുമായിരുന്നു. പക്ഷേ ട്രാൻഡടുത്ത് ചെന്നതിന് ശേഷം ഞാൻ അങ്ങനെ ഡാൻസ് പ്രോഗ്രാംസിന് കയറാറില്ല. പക്ഷെ ഞാനായിരുന്ന ഗ്രൂപ്പിൽ ഒരാളുടെ കുറവുണ്ടായതുകൊണ്ട് എന്നെ പിടിച്ച് കയറ്റി. അവസാനം എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് കളിക്കാൻ അറിയാത്തതുകൊണ്ട് അവർ പിന്നെ അവസാനം നമ്മളെ കളിയാക്കുകയും നമ്മളെ മൊത്തത്തിൽ ഇടിക്കുകയും ചെയ്തുകൊണ്ട് അതിന് ശേഷം ഞാൻ പിന്നെ ഒരു ഡാൻസ് പ്രോഗ്രാമിന് കയറാറില്ലായിരുന്നു. പക്ഷെ അടുത്ത വർഷം വീണ്ടും ഇതേ പ്രശ്നം ഉണ്ടായിട്ട് എൻ്റെ മിസ് എന്നെ പിടിച്ച് വലിച്ചു കയറ്റി. ഞാൻ ഒത്തിരി പറഞ്ഞു ഞാൻ വരുന്നില്ല, കയറുന്നില്ല. കാരണം എല്ലാവരും ക്ലാസിക്കൽ പഠിച്ചവർ, അവരുടെ ബോഡിയൊക്കെ ഭയങ്കര രസമായിട്ട് വഴങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. പക്ഷെ ആള് കുറവുണ്ടായതുകൊണ്ട് എന്നെ പിടിച്ച് കയറ്റി. ഞാൻ അവിടെ ചെയ്ത കാര്യം എന്താണെന്നറിയോ? ഞാൻ ഹോളി സ്പിരിറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പാ എനിക്ക് ഈ കാര്യത്തിൽ പറ്റുന്നില്ല, നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ കണ്ടിന്യൂസ് അത് പ്രാർത്ഥിക്കുകയും പറയുകയും കൺഫസ് ചെയ്യുകയും ചെയ്ത് അവസാനം എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച സാറ് പറഞ്ഞു, 3 പേരുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ആകെ ഈ 3 പേരെ വൃത്തിക്ക് കളിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു.
അത് എൻ്റെ പേരും പറഞ്ഞു. ഞാനപ്പോൾ ഹോളി സ്പിരിറ്റിന് താങ്ക്സ് പറഞ്ഞു. കാരണം അവരുടെ ഇടയിൽ എനിക്ക് കളിക്കാൻ പറ്റില്ല. കാരണം അവർ ക്ലാസിക്കൽ പഠിച്ച് പണ്ട് മുതലേ പഠിക്കുന്നവരാ. ഞാനിത് പറഞ്ഞതിന് കാരണം എന്താണെന്നറിയാം, അവിടെ ഞാൻ ഹോളി സ്പിരിറ്റിന് സ്ഥലം കൊടുത്തു, അല്ലെങ്കിൽ ഇടം കൊടുത്തു അവൻ്റെ എബിലിറ്റി എന്നിലൂടെ വർക്ക് ചെയ്യാൻ. നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ കർത്താവിൻ്റെ എബിലിറ്റി ഫുള്ളി കാണിക്കാൻ നമ്മൾ ചില സമയത്ത് അലോ ചെയ്യാറില്ല. എനിക്ക് പഠിക്കാൻ കഴിവുണ്ട്, അപ്പം ഞാൻ അവിടെ കർത്താവിൻ്റെ എബിലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല. കാരണം പഠിത്തം അത് ഞാൻ സ്പിരിച്വൽ കാര്യമായിട്ട് ലിങ്ക് ചെയ്തിട്ട് പോലുമില്ല. ഞാനത് ഇന്ന് ഈ ബൈബിൾ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, കർത്താവിൻ്റെ എബിലിറ്റി എന്നിലൂടെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഫ്രൂട്ട്ഫുൾ ആയേനെ, ഒന്നും കൂടെ എനിക്ക് മാർക്ക് മേടിക്കാൻ പറ്റിയെന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ഏത് കാര്യമാകട്ടെ, ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടത് അവൻ്റെ എബിലിറ്റിയാണ്. നിന്റെ എബിലിറ്റിക്ക് പകരം വർക്ക് ചെയ്യേണ്ടതും. നിങ്ങൾ എത്രത്തോളം അതിനെ അലോ ചെയ്യുന്നോ അത്രത്തോളം അത് മാനിഫെസ്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. എത്രത്തോളം നിങ്ങൾ ആ എഫിഷ്യൻസിയിൽ നടക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ല വേണ്ടത്, ആ അവയർനെസ്സിൽ, ആ ബോധ്യത്തിൽ അതിനെ കൺഫസ് ചെയ്താൽ മാത്രം മതി. ആമേൻ, അത് നിങ്ങളിൽ നിന്ന് മാനിഫെസ്റ്റഡ് ആവാൻ തുടങ്ങും. നിങ്ങൾ ഓരോരുത്തരും ആ അവയർനെസ്സിൽ നടക്കണം. ആമേൻ. അടുത്തിരിക്കുന്നവർ പറഞ്ഞ് നിങ്ങൾ എഫിഷ്യൻസിയും എബിലിറ്റിയും കർത്താവ് വന്നപ്പോൾ നിങ്ങളിൽ വന്ന് നിറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളെ എല്ലാ കാര്യത്തിലും എഫിഷ്യൻ്റ് ആണ്. എല്ലാ കാര്യവും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വേയിൽ ചെയ്യാൻ കഴിയും. കർത്താവ് വന്നപ്പോൾ അവൻ്റെ എബിലിറ്റിയാണ് പിന്നെ നമ്മളിലൂടെ പ്രവർത്തിക്കേണ്ടത്. കർത്താവിൻ്റെ എബിലിറ്റി വർക്ക് ചെയ്ത വിധം കാനാവിലെ കല്യാണത്തിൽ വെള്ളത്തിൽ കർത്താവിൻ്റെ എബിലിറ്റി വർക്ക് ചെയ്തപ്പോഴാണ് അത് വൈനായത്. കർത്താവിൻ്റെ എബിലിറ്റി ഒരു ബ്ലൈൻഡ് മാനിന് അല്ലെങ്കിൽ കണ്ണ് കാണാത്തൊരു വ്യക്തിയുടെ മേൽ വർക്ക് ചെയ്തപ്പോഴാണ് കണ്ണ് കാണാനേ തുടങ്ങിയത്. അപ്പയിലൂടെ കർത്താവിൻ്റെ എബിലിറ്റി വർക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ സൗഖ്യങ്ങൾ ഉണ്ടാകുന്നത്. എന്നിലൂടെ കർത്താവിൻ്റെ എബിലിറ്റി വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ വ്യക്തികളോട് ദൂത് പറയുകയും അവരെ സൗഖ്യമാക്കുകയും ചെയ്യുന്നത്. കാനാവിലെ കല്യാണത്തില് വെള്ളം വീഞ്ഞായപ്പോ അവിടെ സംഭവിച്ചത് കർത്താവിന്റെ ഗ്ലോറി വെളിപ്പെടുകയോ ചെയ്തത്. അവൻ നിങ്ങളിലൂടെ കർത്താവിന്റെ എബിലിറ്റി വർക്ക് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് കർത്താവിന്റെ ഗ്ലോറി നിങ്ങളിലൂടെ പ്രസന്റ് ആകുകയോ ചെയ്യുന്നു. അവൻ എത്രത്തോളം നിങ്ങളിലൂടെ കർത്താവിന്റെ എബിലിറ്റി വർക്ക് ചെയ്യുന്നു അവിടെയൊക്കെ കർത്താവിന്റെ ഗ്ലോറി പ്രസന്റ് ആകുകയോ ചെയ്യുന്നത്. പക്ഷെ നമ്മള് കർത്താവിന്റെ എബിലിറ്റി വർക്ക് ചെയ്യാൻ നമ്മൾ അതിന് അലോ ചെയ്യാറില്ല എന്നാണ് സത്യം. എല്ലാ കാര്യത്തിലും ആ അവയർനെസ് നമ്മൾ നടക്കാറില്ല എന്നാണ് സത്യം. കാതറിൻ കുൽമാൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. കാതറിൻ കുൽമാനെ കുറിച്ച്. കാതറിൻ കുൽമാൻ ഏത് സ്ഥലത്ത് നടന്നാലും എവിടെ പോയാലും ചുറ്റുമുള്ള എല്ലാവരും ബോധം കെട്ട് വീഴുമായിരുന്നു. അതിന് കാരണം എന്താണെന്നറിയോ? കർത്താവിൻ്റെ ഗ്ലോറി, കർത്താവിൻ്റെ എബിലിറ്റി, അവൻ ആ ഹോളി സ്പിരിറ്റ് ഏത് നിമിഷവും നടന്നപ്പോൾ അവൻ ആ ശക്തിയിൽ ബാക്കിയുള്ളവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവര് താഴെ വീഴുന്നു. ഇവിടെ പരിശുദ്ധ പ്രാർത്ഥിക്കുമ്പോഴും ആമേൻ ആ ഹോളി സ്പിരിറ്റ് പ്രസൻസ് ഉണ്ടാകുമ്പോഴും ആൾക്കാർ താഴെ വീഴുന്ന കാണാം. അതേപോലെ കാതറിൻ കുൽമാൻ പ്രാർത്ഥിക്കുമ്പോഴല്ല, ചുമ്മാ നടക്കുമ്പോൾ കാതറിൻ കുൽമാൻ്റെ സൈഡിലൊക്കെ ആൾക്കാർ വീഴുമായിരുന്നു. കാതറിൻ കുൽമാന് വേണ്ടി മാത്രമായിട്ട് എയർപോർട്ട്സിൽ ഒരു സ്പെഷ്യൽ വേ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കാരണം കാതറിൻ കുൽമാൻ പോകുന്ന വഴി മൊത്തം ആൾക്കാർ വീഴുന്നുണ്ട്. കാതറിൻ കുൽമാൻ മരിച്ചിട്ട് ഇത്രയും വർഷമായിട്ടും ആമേൻ ആ വുമൺ ഓഫ് ഗോഡിനെ കുറിച്ച് നമ്മളെല്ലാവരും ഓർക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആ വ്യക്തിയിലൂടെ കർത്താവിൻ്റെ ഗ്ലോറി പ്രസന്റഡ് ആയി. ആ വ്യക്തിയിലൂടെ കർത്താവിൻ്റെ എബിലിറ്റീസ് പ്രസന്റഡ് ആയി. ആമേൻ. നിങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ എബിലിറ്റിയിൽ നടക്കാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യൻ ലൈഫിലേക്ക് നിങ്ങൾ കാല് വെക്കുന്നത് പോലും. കർത്താവിൻ്റെ എബിലിറ്റിയിൽ നിങ്ങൾ ഓരോ ദിവസം നടക്കുമ്പോഴാണ് നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫിൽ നിങ്ങൾ ആയിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഗ്ലോറിയസ് ലൈഫിലാണല്ലേ.
ഗ്ലോറിയസ് ലൈഫിന്റെ ഒരു 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 ഭാഗമാണ് കർത്താവിന്റെ എബിലിറ്റിയിൽ ഏത് സമയം നടക്കുക. കർത്താവിന്റെ എബിലിറ്റിയിൽ നമ്മൾ ഏത് സമയം നടക്കുമ്പോൾ ആ ഗ്ലോറി പ്രസന്റഡ് ആയിക്കൊണ്ടേയിരിക്കും. എല്ലാ കാര്യത്തിലും ആ ഗ്ലോറി പ്രസന്റഡ് ആയിക്കൊണ്ടേയിരിക്കും. ആമേൻ. എൻ്റെ കൂടെ കൺഫസ് ചെയ്തേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവിന്റെ എബിലിറ്റി ഉണ്ട്. ഞങ്ങൾ ഓരോരുത്തർക്കും കർത്താവിന്റെ എഫിഷ്യൻസി ഞങ്ങളുടെ മേലുണ്ട്. ആമേൻ. ഞങ്ങൾ എല്ലാവരും കർത്താവിനാൽ എക്യുപ്ഡ് ആണ്. ഞങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരാണ്. ആമേൻ. വി ഹാവ് എ ഗ്ലോറിയസ് സ്പിരിറ്റ്. എന്നോട് കൺഫസ് ചെയ്തേ. കൺഫസ് ചെയ്യുന്ന എന്തിനാണെന്നറിയോ? നമ്മൾ എത്രത്തോളം കൺഫസ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ അത് പതിയും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൺഫസ് ചെയ്തില്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് നിങ്ങൾ കൺഫസ് ചെയ്യില്ല. ഇവിടെ നിന്ന് എത്രത്തോളം നിങ്ങൾ കൺഫസ് ചെയ്യുന്നു അപ്പൊ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ടും രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ കൺഫസ് ചെയ്യാനായി തുടങ്ങും. അപ്പൊ എന്നോട് കൺഫസ് ചെയ്ത് ഞങ്ങൾ ഓരോ നിമിഷം ആ എബിലിറ്റിയിൽ നടക്കും. കർത്താവ് എന്റെ മേൽ വന്നപ്പോ, പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നപ്പോ അവന്റെ എബിലിറ്റി എന്റെ മേൽ വന്നു. ഞാൻ ഇനി നടക്കുന്നത് കർത്താവിന്റെ എബിലിറ്റിയിലാണ്. ഞാൻ ഇനി നടക്കുന്നത് കർത്താവിന്റെ എഫിഷ്യൻസിയിലാണ്. കർത്താവ് എന്നെ ഫുള്ളി എക്യുപ്പ് ചെയ്തു. എല്ലാ കാര്യത്തിലും കംപ്ലീറ്റ് ചെയ്തു. എല്ലാ കാര്യത്തിലും ഫുള്ളി കർത്താവ് എന്നെ എക്യുപ്പ് ചെയ്തു. ആ ഹോളി സ്പിരിറ്റ് എൻ്റെ മേലുള്ളത് കൊണ്ട് എല്ലാ കാര്യത്തിലും എന്നെ കർത്താവ് ഫുള്ളി എക്യുപ്പ് ചെയ്തു. അവൻ്റെ എബിലിറ്റി എൻ്റെ മേൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എല്ലാ കാര്യത്തിലും കർത്താവിൻ്റെ ഗ്ലോറിയെ ഞാൻ പ്രസന്റ് ചെയ്യും. അവിടെ വേറൊരു വാക്കും കൂടെ എഴുതിയിരിക്കുന്നത് യു ഷാൽ റിസീവ് ഹിസ് മൈറ്റ് എന്നും കൂടെ. കർത്താവിൻ്റെ ശക്തി. എത്ര പേർക്കറിയാം നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി പവറുള്ള വ്യക്തികളാണ്. അത് നിങ്ങൾ എത്രത്തോളം കൺട്രോൾ ചെയ്യുന്നുണ്ട്? നിങ്ങളിൽ എക്സ്ട്രാ ഓർഡിനറി പവർ ഉണ്ടെന്ന്, നിങ്ങളുടെ മേൽ ആ കർത്താവിന്റെ മൈറ്റ് ഉണ്ടെന്ന് എത്ര പേരെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ടത്? അമ്മ നിങ്ങൾ എത്രത്തോളം അത് കൺട്രോൾ ചെയ്യുന്നു, എത്രത്തോളം ആ അവയർനെസ്സിൽ നിങ്ങൾ നടക്കാൻ തുടങ്ങുന്നു, അപ്പോഴേ അത് വെളിപ്പെടാൻ തുടങ്ങത്തുള്ളൂ. അപ്പ വീട് മേടിക്കുന്ന സമയത്ത് അപ്പ എപ്പോഴും കൺഫസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു, ഞാൻ കേരളത്തിലെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് വീട്ടിൽ താമസിക്കുമെന്നു. ആ അവയർനെസ്സിൽ കർത്താവ് നമുക്കൊരു സാധനം തരുമ്പോൾ ഏറ്റവും ബെസ്റ്റേ തരുള്ളൂ എന്ന് ആ അവയർനെസ്സിൽ നിന്ന് അപ്പൊ കൺഫസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് മാനിഫെസ്റ്റഡ് ആയി. അതാണ് ഞങ്ങളിപ്പോ താമസിക്കുന്ന കർത്താവ് പറഞ്ഞ പാലസ് പോലത്തെ വീട്. അപ്പേനെ നോക്കി അറിയാം, അപ്പ ഒരു എക്സാമ്പിൾ ആണ്. എത്രത്തോളം നിങ്ങൾ ആ അവയർനെസ്സിൽ നടക്കുന്നു അത്രത്തോളം അത് മാനിഫെസ്റ്റഡ് ആകാൻ തുടങ്ങും. നിങ്ങളിൽ കർത്താവിന്റെ എബിലിറ്റി ഉണ്ട്. ഇനി നിങ്ങളുടെ എബിലിറ്റി അല്ല വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ കഴിവല്ല വർക്ക് ചെയ്യുന്നത്, കർത്താവിന്റെ കഴിവാണ് നിങ്ങളിലൂടെ വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് ആ ഗ്ലോറി മാനിഫെസ്റ്റഡ് ആകും. ആമേൻ. കർത്താവിന്റെ എഫിഷ്യൻസിയാണ് നിങ്ങളിലൂടെ വർക്ക് ചെയ്യുന്നത്. കർത്താവിന്റെ പവറാണ് നിങ്ങളിലൂടെ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഓരോ വ്യക്തികളും എക്സ്ട്രാ ഓർഡിനറി പവർ ഉള്ള വ്യക്തികളാണ്. നിങ്ങളെ എത്രത്തോളം അത് കൺട്രോൾ ചെയ്യുന്നു ആമേൻ, അത്രത്തോളം നിങ്ങൾ ലൈഫിൽ അത് മാനിഫെസ്റ്റഡ് ആകും. എത്രത്തോളം നിങ്ങൾ അത് കൺഫസ് ചെയ്യുന്നു, എത്രത്തോളം അവയർനെസ്സിൽ നടക്കുന്നു ആമേൻ, നിങ്ങളുടെ ലൈഫിൽ അത് മാനിഫെസ്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. നമുക്കൊരു വാക്യം വായിക്കാം. 1 Samuel 10:6. Then the Holy Spirit of the Lord will come upon you mightily, and you will show yourself to be a prophet with them, and you will be turned into another man. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ എൻ്റെ മേൽ വന്നിട്ട് നീയും അവരോട് കൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ഹോളി സ്പിരിറ്റ് നമ്മുടെ മേൽ വന്നപ്പോൾ പ്രൊഫറ്റിക് അല്ലെങ്കിൽ പ്രവചനത്തിന്റെ ഒരു പോർഷൻ നമ്മുടെ മേൽ വന്നു എന്ന് എത്ര പേർക്ക് അറിയാം? ഞാൻ പ്രവചിക്കുന്നത് ഞാനൊരു പ്രൊഫറ്റിക് ഓഫീസ് ആയതുകൊണ്ടാണ്. ആമേൻ. അതുമല്ലാതെ എൻ്റെ മേൽ ആ ഹോളി സ്പിരിറ്റ് വന്ന നിമിഷം മുതൽ എൻ്റെ മേലൊരു പ്രൊഫറ്റിക് പോർഷൻ വന്നിരിക്കുക. എത്ര പേർക്ക് അറിയാം ഹോളി സ്പിരിറ്റ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയുമെന്നും? പ്രവചനവരം ഉള്ളവർക്ക് മാത്രമല്ല പ്രവചിക്കാൻ കഴിയുന്നത്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച എല്ലാവർക്കും പ്രവചിക്കാൻ കഴിയും. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും കർത്താവിനെ പ്രവചിക്കാൻ കഴിയും. നിങ്ങൾ ബൈബിള് വായിക്കുമ്പോൾ ആ വേർഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വാക്ക് അല്ലെങ്കിൽ ആ വേർഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻസ്പിറേഷൻസ് അത് പ്രവചനമാണ്. ദാറ്റ് ഇസ് പ്രൊഫറ്റിക്. പക്ഷെ നമുക്ക് ആ അവയർനെസ് ഇല്ല, നമുക്ക് ആ ബോധ്യമില്ല. നമ്മുടെ തലയിൽ ഉള്ളത് പ്രവചിക്കാൻ വിളിക്കപ്പെട്ടവർക്ക് മാത്രമേ പ്രവചിക്കാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ അല്ല, ഹോളി സ്പിരിറ്റ് വന്ന നിമിഷം മുതൽ
പ്രവചനത്തിന്റെ ഒരു പോർഷൻ നമ്മുടെ ഉള്ളിൽ വന്നു. നമുക്ക് എല്ലാവർക്കും പ്രവചിക്കാൻ കഴിയും. നമ്മൾ ഓരോരുത്തരും കർത്താവിനെ അറിഞ്ഞതും കർത്താവ് രക്ഷിക്കപ്പെട്ടതും പ്രവചനാത്മാവിലാണ്. കാരണം നമ്മൾ ആരും കണ്ടില്ല കർത്താവിനെ ക്രൂശിച്ചത്. പക്ഷേ പ്രവചനാത്മാവിലൂടെയാണ് നമ്മൾ കർത്താവിനെ അറിഞ്ഞത്. നമ്മൾ ഹോളി സ്പിരിറ്റ് വന്ന നിമിഷം മുതൽ, നമ്മൾ ബാപ്റ്റൈസ്ഡ് ആയ നിമിഷം മുതൽ നമ്മൾ ഓരോരുത്തരും ആ പ്രൊഫറ്റിക് സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാനിഫെസ്റ്റഡ് ആവണമെങ്കിൽ നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടാകണം. അപ്പൊ പണ്ട് മുതലേ ഞങ്ങളെ പറയുകയും വളർത്തുകയും ചെയ്തത് ഞാനൊരു പ്രൊഫറ്റസ് എന്നും അവനൊരു അപ്പോസ്റ്റൽ എന്നുമാണ്. എൻ്റെ തലയിൽ പണ്ട് മുതലേ അവയർനെസ് കയറി, അല്ലെങ്കിൽ ആ ബോധ്യം കയറി ഒരു സാധനം കല്ലുപോലെ അപ്പോൾ എഴുതി വെച്ചേക്കുക പ്രൊഫറ്റസ് ആണെന്ന്. എൻ്റെ വിളി എന്നെ പണ്ട് മുതലേ എനിക്ക് അപ്പോൾ ഉറപ്പ് തന്നുകൊണ്ടേയിരുന്നു. ആ അവയർനെസ്സിൽ എന്നെ നടത്തിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈസിയാണ് ഒരു കാര്യം, നിങ്ങളെക്കാട്ടി എളുപ്പത്തിൽ എനിക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളെക്കാട്ടി എളുപ്പത്തിൽ എനിക്ക് ഒരാളോട് പ്രവചിക്കാൻ കഴിയും. കാരണം ചെറുപ്പം മുതൽ എന്നെ ആ അവയർനെസ് കൺട്രോൾ ചെയ്തു. ഇന്നു മുതൽ നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങളെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പ്രവചിക്കാനായി തുടങ്ങും. നിങ്ങളിലൂടെ ആ പ്രവചനാത്മാവ് മാനിഫെസ്റ്റഡ് ആവാൻ തുടങ്ങും. ഇതിൽ എഴുതിയിരിക്കുന്ന വേറൊരു കാര്യം, യു വിൽ ബി ടേൺഡ് ഇൻടു അനദർ മാൻ. ഹോളി സ്പിരിറ്റ് വരുമ്പോൾ നമ്മൾ വേറൊരു വ്യക്തിയായി മാറുന്നു. അപ്പൊ തൃശ്ശൂരിൽ മിറക്കിൾ സ്ട്രീംസ് നടക്കുന്ന സമയത്ത് ഒരു മോനെ വിളിച്ചു, ഒരു ചെക്കനെ വിളിച്ചിട്ട് അപ്പോൾ ഓരോ കാര്യങ്ങൾ പ്രവചിച്ചോണ്ടിരിക്കുക. അപ്പൊ അവനിങ്ങനെ ഇരുന്നു, അങ്ങനെ ഇരുന്നു, ചിരിച്ചും കളിച്ചു. അപ്പൊ പറയുന്നൊക്കെ ശരിയാണേലും ശരിയാന്ന് തലയിട്ട് ചിരിച്ചും കളിച്ചും ഒക്കെ ഇരുന്ന്. പക്ഷെ അപ്പൊ അവൻ്റെ അടുത്ത് കണ്ണടയ്ക്കാൻ പറഞ്ഞു. കണ്ണടച്ചു. എന്നിട്ട് അപ്പോഴേക്കും അവൻ താഴെ വീണപ്പോൾ അവനൊരു വെളിപ്പാടുണ്ട്. കർത്താവിനെ നേരി കാണുകയാണ്. അതിനുശേഷം അവൻ എഴുന്നേറ്റപ്പോൾ അവൻ്റെ ബോഡി ലാംഗ്വേജ് മാറി. അതിനുശേഷം അപ്പൊ ചോദിക്കുന്നതിനൊക്കെ അവൻ്റെ എക്സ്പ്രഷൻ മാറി, അവൻ്റെ ബോഡി ലാംഗ്വേജ് മാറി, അവൻ റിപ്ലൈ ചെയ്യുന്ന രീതി മാറി. ഹോളി സ്പിരിറ്റ് വന്നതല്ല, പക്ഷേ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടായത് അവൻ്റെ രീതിയിൽ ഇത്ര മാറ്റം ഉണ്ടാക്കിയത്. നമ്മൾ ഓരോരുത്തരും ഹോളി സ്പിരിറ്റ് വസിക്കുകയാണ്. ആമേൻ. അപ്പൊ നമ്മൾ എത്രത്തോളം ഹോളി സ്പിരിറ്റ് വരുമ്പോൾ മാറിക്കൊണ്ടായിരിക്കുന്നത്. അവൻ ഓരോ നിമിഷം നമ്മളെ പെർഫെക്ഷനിലേക്ക് നടത്തിക്കൊണ്ടായിരിക്കുന്നത്. ഓരോ നിമിഷം നമ്മളെ അവനെ പോലെ ആക്കാൻ നോക്കിക്കൊണ്ടായിരിക്കുന്നത്. നിങ്ങൾക്കറിയോ, ഹോളി സ്പിരിറ്റ് വന്നതിന് കാരണം കർത്താവിന് അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളെ അവൻ ആഗ്രഹിക്കുന്ന പോലെ നടത്താൻ ആഗ്രഹിക്കും. അവൻ ആഗ്രഹിക്കുന്ന പോലെ നിന്റെ ലൈഫിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന നിമിഷമാണ് നിന്റെ മേൽ ഹോളി സ്പിരിറ്റ് വന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് വന്ന നിമിഷം മുതൽ പിന്നെ നീയല്ല നിന്റെ ശരീരത്തിന്റെ കൺട്രോൾ, ഹോളി സ്പിരിറ്റ് ആണ്, അല്ലെ കർത്താവാണ് നിന്റെ ശരീരത്തിന്റെ കൺട്രോൾ. ആ നിമിഷം മുതൽ നിന്റെ ശരീരത്തിന്റെ നിങ്ങളുടെ ലൈഫിന്റെ കൺട്രോൾ ആരേറ്റെടുക്കുക? കർത്താവ് ഏറ്റെടുക്കുക. അപ്പൊ ലീഡേഴ്സ് മീറ്റിങ്ങിനാണെന്ന് തോന്നുന്നു പറഞ്ഞേ, നമ്മൾ മിനിസ്ട്രിയിൽ വളരണം, ആത്മീയമായി വളരണം, നമുക്ക് ഭയങ്കര ആഗ്രഹമുള്ളവരല്ലേ. എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ഹോളി സ്പിരിറ്റ് നമ്മളെ തന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നീ ഇങ്ങനെ സ്പിരിച്വലി വളരണമെന്നും കർത്താവിനെ കൂടുതൽ അറിയണമെന്നും ആഗ്രഹം വരും. നിനക്ക് വരുന്നതിന് മുമ്പ് കർത്താവിനെ അറിയാൻ നിനക്ക് വരുമെന്ന്, അതുകൊണ്ട് ഹോളി സ്പിരിറ്റിനെ തന്നേ. അത്രയും നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ വളർത്താനും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല കർത്താവാണ് നമുക്കുള്ളത്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്ന നിമിഷം മുതൽ കർത്താവ് നമ്മുടെ ലൈഫിനെ അവൻ ആഗ്രഹിക്കുന്ന പോലെ കൊണ്ടുപോവുകയാണ്. അല്ലെങ്കിൽ ആ ഹോളി സ്പിരിറ്റ് വന്ന നിമിഷം മുതൽ അവൻ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ലൈഫിനെ തിരിക്കുകയാണ്. നമ്മൾ എത്രത്തോളം അവയർനെസ്സിൽ നടക്കുന്നോ അത്രത്തോളം അത് മാനിഫെസ്റ്റഡ് ആകും. എല്ലാവരും എന്നോട് കൺഫസ് ചെയ്തേ, ഹോളി സ്പിരിറ്റ് വന്ന നിമിഷം മുതൽ എനിക്ക് പ്രവചിക്കാൻ കഴിയും. എനിക്ക് ആ പ്രവചനാത്മാവ് എന്നിലൂടെ മാനിഫെസ്റ്റഡ് ആകും. എന്നിൽ കർത്താവിൻ്റെ എബിലിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിൽ കർത്താവിൻ്റെ എഫിഷ്യൻസി വർക്ക് ചെയ്യുന്നുണ്ട്.
ഞാൻ യേശു ക്രിസ്തുവിനെ ധരിച്ചവരാണ്. ആമേൻ. എന്നിലൂടെ ആ ഗ്ലോറി മാനിഫെസ്റ്റഡ് ആകും. ആമേൻ. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ആ ഗ്ലോറി മാനിഫെസ്റ്റഡ് ആകും. കർത്താവ് എന്നെ ഫുള്ളി എക്യുപ്പ് ചെയ്തിരിക്കുകയാണ്. കർത്താവ് എന്നെ ഫുള്ളി എക്യുപ്പ് ചെയ്തിരിക്കുകയാണ്. ആ ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നപ്പോൾ അവൻ്റെ എബിലിറ്റി എന്നിലൂടെ പ്രസന്റ് ആവാൻ തുടങ്ങി. അവൻ്റെ എഫിഷ്യൻസി എന്നിലൂടെ പ്രസന്റഡ് ആവാൻ തുടങ്ങി. നമുക്കൊരു വാക്യം വായിക്കാം. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽ 4:33. And with great ability and power the apostles were continually testifying to the resurrection of the Lord Jesus, and great grace rested richly upon them all. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിനു സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. വാക്യത്തിൽ പറയാ ഗ്രേറ്റ് ഗ്രേസ്. നമ്മുടെ മേൽ വലിയ കൃപ വന്നു എന്നാണ് കർത്താവ് എഴുതിയിരിക്കുന്നത്. ഹോളി സ്പിരിറ്റ് വന്നിട്ടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ചോണേ, കർത്താവെ നിന്റെ കൃപ എൻ്റെ മേൽ വരുന്നതിന് നന്ദി കർത്താവേ, കൃപ എൻ്റെ മേൽ പകർന്നതിന് നന്ദി കർത്താവേ. നമ്മൾ ഹോളി സ്പിരിറ്റിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ വാക്യം പറയാ കർത്താവിൻ്റെ ആ എബിലിറ്റിയും കർത്താവിൻ്റെ ആ ശക്തിയും വരുന്നതോടൊപ്പം തന്നെ ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ അവൻ്റെ ആ ഗ്രേറ്റ് ഗ്രേസും കൂടെ നമ്മുടെ മേൽ വന്നു. ആമേൻ. നമ്മൾ ഓരോരുത്തരും ആ ഗ്രേസിലാണ് ഓരോ നിമിഷം ആയിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തൊരു വാക്യം പറയുന്നുണ്ട്, there was not a needy person among them. അവരുടെ ഇടയിൽ ഒരാൾക്ക് പോലും ഒരു ആവശ്യമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല. കാരണം കർത്താവിൻ്റെ എബിലിറ്റിയും പവറും ആ ഗ്രേസും അവരുടെ മേൽ വർക്ക് ചെയ്യുമ്പോൾ ഒരാവശ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അതിനെ നോക്കി കൺഫസ് ചെയ്യ്, കർത്താവിൻ്റെ എബിലിറ്റി നിങ്ങളുടെ മേലുണ്ടെന്നും. അതിനെ നോക്കി കൺഫസ് ചെയ്യ്, കർത്താവിൻ്റെ ഗ്രേസ് എൻ്റെ മേലുണ്ടെന്നും. ആമേൻ. നിങ്ങൾ എത്രത്തോളം അതിൽ കൺഫസ് ചെയ്യും, ആ അവയർനെസ്സിൽ നടക്കുകയും ചെയ്യും, അത് മാനിഫെസ്റ്റഡ് ആവാൻ തുടങ്ങും. ഞാൻ ഈ കൺഫസ് ചെയ്യാനും നിങ്ങളെ കൊണ്ട് കൺഫസ് ചെയ്യിപ്പിക്കുന്ന എന്തിനാണെന്നറിയോ? നിങ്ങളുടെ ഹൃദയത്തിൽ അത് പതിഞ്ഞാലേ നിങ്ങളുടെ ലൈഫിൽ വരുന്ന എല്ലാ എപ്പോഴും നിങ്ങളത് കൺഫസ് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. ഞാൻ ഈ കൺഫഷനെ കുറിച്ച് പഠിപ്പിച്ചതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കറക്റ്റ് 10 മിനിറ്റ് ടൈമർ വെച്ച് കൺഫസ് ചെയ്യും. ഞാൻ അതിനുശേഷം കണ്ട കാര്യം, ഞാൻ കൺഫസ് ചെയ്യുന്ന നിമിഷം മുതൽ എൻ്റെ സ്പിരിറ്റ് ഭയങ്കര ചാർജ് ആവും. അന്നത്തെ ദിവസം ഭയങ്കര സ്മൂത്ത്ലി പോകുന്നതാണ്. നിങ്ങൾ എത്രത്തോളം കൺഫസ് ചെയ്യുന്നു അത്രത്തോളം അത് മാനിഫെസ്റ്റഡ് ആകും. എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്നു അത്രത്തോളം അത് മാനിഫെസ്റ്റഡ് ആകും. ഈ ഗ്രേസും പരിശുദ്ധാത്മാവും നമ്മൾ തമ്മിൽ വന്നതൊക്കെ ഇന്റർലിങ്ക്ഡ് ആണ്, തമ്മിൽ ബന്ധമുള്ളവരാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ ഉണ്ടെന്ന ബോധ്യം നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അവൻ്റെ എബിലിറ്റി നിന്റെ മേലുണ്ടെന്നുള്ള ബോധ്യം നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യവും ഈസി ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാ കാര്യവും എളുപ്പമായിരിക്കും. ഈ ലോകത്തെ ഉണ്ടാക്കിയവൻ നമ്മുടെ ഉള്ളിൽ വന്നിട്ട് അവൻ്റെ എബിലിറ്റി മുഴുവൻ നമുക്ക് തന്നിരിക്കുക, അവൻ്റെ കഴിവ് മൊത്തം നമുക്ക് തന്നിരിക്കുക. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ഒരു കാര്യത്തിൽ നിനക്ക് തോക്കാൻ പറ്റുമെന്നും, എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നും? കർത്താവിൻ്റെ എബിലിറ്റി ഈ ലോകത്തെ നമ്മളെ ഉണ്ടാക്കിയവൻ നമ്മുടെ ഉള്ളിൽ വന്നിട്ട് അവൻ്റെ എബിലിറ്റി നമുക്ക് തന്നിട്ട്, അവൻ്റെ എഫിഷ്യൻസി നമുക്ക് തന്നിട്ട്, അവൻ്റെ ശക്തി നമുക്ക് തന്നിട്ട് പറയാ, നീ ഇനി എന്നെ പോലെ ജീവിക്കാൻ കർത്താവ് പറയാ. ഹോളി സ്പിരിറ്റ് വന്നിട്ട് നീ 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 ക്രിസ്ത്യൻ ലൈഫ് ജീവിക്കേണ്ടത് അവൻ്റെ എബിലിറ്റിയിലൂടെയാണ്, അവൻ്റെ ആ ഗ്ലോറിയിലൂടെയാണ് ജീവിക്കേണ്ടത്. അതിൻ്റെ ഗ്ലോറിയസ് ലൈഫ് എന്ന് പറയുന്നത് അവൻ്റെ എബിലിറ്റിയിലൂടെ ജീവിക്കുമ്പോഴാണ്, അവൻ്റെ ആ ശക്തിയിലൂടെ ആ എഫിഷ്യൻസിയിലൂടെ ജീവിക്കുമ്പോഴാണ് നമ്മളുടെ ഗ്ലോറിയസ് ലൈഫ് മാനിഫെസ്റ്റഡ് ആകുന്നത്. ഗ്ലോറിയസ് ലൈഫ് പ്രസന്റ് ആ റിയാലിറ്റി എന്ന് പറയുന്നത് എന്താ പറയുക? നമ്മുടെ ഹോളി സ്പിരിറ്റ് നമ്മുടെ മേലുണ്ട്. ആമേൻ. ആ എബിലിറ്റി നമ്മുടെ മേൽ വർക്ക് ചെയ്യുന്നുണ്ട്, ആ എഫിഷ്യൻസി നമ്മുടെ മേലുണ്ട്, ആ ഗ്ലോറിയസ് സ്പിരിറ്റ് നമ്മുടെ മേലുണ്ട്. അപ്പൊ ഗ്ലോറിയസ് ലൈഫ് എന്ന് പറയുന്നത് അത് പ്രസന്റ് ആ റിയാലിറ്റിയാണ്, ഇപ്പോഴുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മളെ അത് കൺട്രോൾ ചെയ്യുന്നില്ല. നമുക്ക് മാനിഫെസ്റ്റഡ് ആകാത്തത് നമുക്ക് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്, നമ്മളെ അത് കൺട്രോൾ ചെയ്യാത്തതുകൊണ്ടാണ്. നമുക്കൊരു വാക്യം വായിക്കാം. 2 Corinthians
3:5. Not that we are fit of ourselves to form personal judgments or to claim or count anything as coming from us, but our power and ability and sufficiency are from God. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തനെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. അവിടെ എഴുതിയിരിക്കുന്നത് പവർ, എബിലിറ്റി ആൻഡ് സഫിഷ്യൻസി ഫ്രം ഗോഡ്. നമുക്ക് എന്തൊക്കെയുണ്ട്? കർത്താവിൻ്റെ എബിലിറ്റി ഉണ്ട്, കർത്താവിൻ്റെ എഫിഷ്യൻസി ഉണ്ട്, കർത്താവിൻ്റെ പവർ ഉണ്ട്, കർത്താവിൻ്റെ മൈറ്റ് ഉണ്ട്. അതോടൊപ്പം കർത്താവ് പറയാം കർത്താവിൻ്റെ എഫിഷ്യൻസി ഉണ്ട്. എന്താണ് എഫിഷ്യൻസി? എല്ലാ കാര്യത്തിലും അതിനു വേണ്ട ആവശ്യമായ, നിങ്ങൾക്ക് വീട് പണിയാൻ പണം വേണമല്ലേ? കർത്താവിൻ്റെ എഫിഷ്യൻസി അവിടെ ഉണ്ടെങ്കിൽ പണിഞ്ഞ് തീർന്നിട്ടും അവിടെ ബാക്കി വരും. അവൻ പണിഞ്ഞ് തീരാൻ വേണ്ടി ആവശ്യമായത് അവിടെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഞെരുങ്ങുകയോ പിശുക്കുകയോ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ആ കാര്യത്തിൽ കർത്താവ് സഫിഷ്യൻ്റ്ലി നിങ്ങൾക്ക് തന്നിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ കർത്താവ് സഫിഷ്യൻസിയെ തന്നിരിക്കുക. ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സഫിഷ്യൻസിയെ തന്നിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടോ? അതിനെ നോക്കിയിട്ട് പറ, ഹോളി സ്പിരിറ്റ് എൻ്റെ മേൽ വന്നപ്പോൾ സഫിഷ്യൻസിയെ തന്നിരിക്കുക. അവൻ്റെ എബിലിറ്റി എനിക്ക് തന്നിരിക്കുക, അവൻ്റെ ശക്തി എനിക്ക് തന്നിരിക്കുക. എത്രത്തോളം നിങ്ങളെ ഇത് കൺട്രോൾ ചെയ്യുന്നു, ആമേൻ, അത്രത്തോളം ഇത് മാനിഫെസ്റ്റഡ് ആകും തോന്നും. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. 2 Corinthians 12:9. But he has said to me, my grace is sufficient for you, for power is being perfected in weakness. Therefore I will all the more gladly boast in my weakness, so that the power of Christ may dwell in me. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. എത്ര പേർക്കറിയാം നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന്? ഒരു പെർഫെക്റ്റ് സ്പിരിറ്റ് ആണ് നമ്മുടെ ഉള്ളിൽ വന്നേക്കുന്നതെന്ന് എത്ര പേർക്കറിയാം? എത്ര പേര് കേട്ടിട്ടുണ്ട് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല എന്ന്? കേട്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. അതൊരു ഫേമസ് കോട്ടാണല്ലേ, എന്താ, നോ വൺ ഇസ് പെർഫെക്റ്റ്. ചെറുപ്പം മുതലേ എല്ലാവരും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ യൂത്തും എല്ലാവരും പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യമാണ് ആരും പെർഫെക്റ്റ് അല്ല. നമ്മളെ അത് സുഖമായിട്ട് ആ ഒരു കാര്യം നമ്മളെ എന്ത് രസമായിട്ടാണ് കൺട്രോൾ ചെയ്യുന്നതല്ലേ. കാരണം നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റാതാകുമ്പോൾ പറയും ആരും പെർഫെക്റ്റ് അല്ല. നിനക്ക് ആ കാര്യത്തിൽ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നിനക്ക് മറ്റേ കാര്യത്തിൽ ചെയ്യാൻ കഴിവില്ല. ചില കാര്യത്തിൽ നമ്മൾ പെർഫെക്റ്റ് അല്ല. ആ കാര്യം നമ്മൾ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാം ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും കുറവുകളുണ്ട്. കാരണം അത് പറയാൻ എളുപ്പമാണ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ നമ്മൾ ഈ എക്സ്ക്യൂസ് എന്ന പോലെ അത് പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ മേൽ ഹോളി സ്പിരിറ്റ് ഉള്ളപ്പോൾ, എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയി ചെയ്യുന്ന ഒരാളുള്ളപ്പോൾ, അവൻ ഈ ലോകത്തെ ഉണ്ടാക്കിയവൻ, ഈ ലോകത്തിൻ്റെ ഉടയവനായവൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മൾ പറയാം നമ്മൾ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് അല്ല, നമ്മൾ ഒരു കാര്യത്തിലും പെർഫെക്റ്റ് അല്ല എന്ന്. നമ്മൾ ചില കാര്യത്തിൽ നമുക്ക് ചില കുറവുകളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. കർത്താവ് നമ്മളിൽ വന്നപ്പോൾ, ആ പെർഫെക്റ്റ് സ്പിരിറ്റ് നമ്മളിൽ വന്നപ്പോൾ അവൻ ഓരോ ദിവസവും നമ്മളെ അവൻ പെർഫെക്ഷനിലേക്ക് നടത്തിക്കൊണ്ടായിരിക്കുന്നു. അപ്പയ്ക്ക് പണ്ട് ഇവിടെ ഒരു കൗ ഫാം ഉണ്ടായിരുന്നു. ആ കൗ ഫാമിന് വേണ്ടിയിട്ട് അപ്പ പശുക്കൾക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു പ്രാവശ്യം ശ്രമിച്ചു, പാളിപ്പോയി. രണ്ടാമത്തെ ഒരു പ്രാവശ്യം ശ്രമിച്ചു, അതും പാളിപ്പോയി. പക്ഷെ മൂന്നാമത്തെ പ്രാവശ്യം അപ്പം ശ്രമിച്ചപ്പോൾ അത് സക്സസ് ആയി. അതിനുശേഷം അപ്പം അത് ഗവൺമെൻറ് ഫാംസിന് കൊടുക്കുകയും 5 ട്രക്കോളം ഗവൺമെൻറ് ഫാംസിന് ആ ഫുഡ് പ്രൊവൈഡ് ചെയ്യുകയും അതിൽ നിന്ന് വരുന്ന ഇൻകം അപ്പം TV പ്രോഗ്രാമിന് യൂസ് ചെയ്തു. അപ്പയ്ക്ക് ഈ കാര്യങ്ങളിൽ കഴിവുണ്ടായിട്ടല്ല, അപ്പം ഈ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടല്ല. പക്ഷെ മൂന്നാമത്തെ പ്രാവശ്യം അപ്പം ചെയ്യുമ്പോൾ അപ്പോൾ ഹോളി സ്പിരിറ്റിനെ അലോ ചെയ്തു. ഹീ ഈസ് എ പെർഫെക്റ്റ് സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റിനെ അലോ ചെയ്തപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം അത് പെർഫെക്റ്റ് ആയി. ആമേൻ. മൂന്നാമത്തെ പ്രാവശ്യം അത് കറക്റ്റായിട്ട് വന്നു. ഞാൻ ചില കാര്യത്തിൽ പെർഫെക്റ്റ് ആണെങ്കിൽ ചില കാര്യത്തിൽ എനിക്ക് പറ്റാറില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ നോക്കി പറയും
എൻ്റെ മേൽ ഹോളി സ്പിരിറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാ കാര്യം പറ്റും. ഇപ്പം എനിക്ക് ഒന്നും കൂടെ അറിയാം അവൻ്റെ എബിലിറ്റി എന്നിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നും അവൻ്റെ മൈറ്റ് എന്നിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നും അവൻ ഓരോ നിമിഷം എന്നെ പെർഫെക്റ്റ് ആക്കിക്കൊണ്ടേയിരിക്കുന്നതെന്നും. അപ്പ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് നോക്കിയാൽ അറിയാം, ഓരോ മുക്കും മൂലയും പെർഫെക്റ്റ് ആയിരിക്കും. ഓരോ മുക്കിലും മൂലയും അപ്പ ഇങ്ങനെ കണ്ടുപിടിച്ച് ഏത് സാധനമാണ് പെർഫെക്റ്റ് എന്ന് നോക്കി വെക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഫാനില്ല. കുറേ നാൾ പ്ലാസ്റ്റിക് ഫാന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ ആ റൂമിന് ആപ്റ്റായ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയ ഒരു സാധനം ഇങ്ങനെ തപ്പിക്കൊണ്ടായിരുന്നത്. അങ്ങനെ അവസാനം ഒരു പെർഫെക്റ്റ് ആയ ഒരു ഫാൻ അവിടെ മേടിച്ചു വെച്ചു. അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, ബ്രദർ ഈ ഫാൻ എവിടുന്ന് കിട്ടി, ഭയങ്കര വീടിനോട് ഭയങ്കര മാച്ചായ പെർഫെക്റ്റ് സാധനമാണല്ലോ. നിങ്ങളുടെ ഉള്ളിൽ ഒരു പെർഫെക്റ്റ് സ്പിരിറ്റ് ഉള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കും. നമ്മളൊരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ എക്സലൻസിയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് നമ്മളെ പ്രൊമോട്ട് ചെയ്യും. ഈ സൈലം എന്ന് പറഞ്ഞൊരു ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എത്ര പേർക്ക് അറിയാം? സൈലം എന്ന് പറഞ്ഞൊരു ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലേ. ഒരു വ്യക്തിക്ക് ഉണ്ടായ കാര്യത്തെ അയാൾ പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തതാണ് അത് ഇത്ര വളരാനിടയായത്. അത് എത്ര ദൂരെയാണെങ്കിലും ആൾക്കാർ അത് കണ്ടുപിടിച്ച് ചെല്ലും. കാരണം ആ പെർഫെക്ഷൻ അതിനെ പ്രൊമോട്ട് ചെയ്യും, ആ എക്സലൻസി അതിനെ പ്രൊമോട്ട് ചെയ്യും. നിങ്ങളിലൊരു പെർഫെക്റ്റ് സ്പിരിറ്റ് ഉള്ളപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഒരു ഇൻപെർഫെക്ഷൻസും ഉണ്ടാകത്തില്ല. നമ്മൾ ആദ്യം വേരോട് പറിച്ച് കളയേണ്ട കാര്യം ആരും പെർഫെക്റ്റ് അല്ല, ചിലയിടത്ത് നമുക്ക് കുറവുകൾ ഉണ്ടാവുന്നുള്ള തെറ്റായ ചിന്തേനെ നമ്മൾ പറിച്ച് കളയണം. എല്ലായിടത്തും ഞാൻ പെർഫെക്റ്റ് ആണ്, കാരണം പെർഫെക്റ്റ് സ്പിരിറ്റ് എൻ്റെ മേലുണ്ട്. ആമേൻ. ആ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്പിരിറ്റ് ആണ്. പരിശുദ്ധാത്മാവ് ഉണ്ടാക്കിയതിൽ ഒരു കുറവ് കാണത്തില്ല, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. മനുഷ്യരെ നോക്കിയേ, എല്ലായിടത്തും പെർഫെക്ഷൻ ആണ്. ഒരു കാര്യം ചെയ്തെടുക്കേണ്ടതിന് ഒരു കാര്യം കർത്താവ് ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫെക്ഷനിൽ ചെയ്യാം. എൻ്റെ വീട്ടിൽ അപ്പോൾ കാറ്റ്സ് ഗ്ലോ എന്ന് പറഞ്ഞൊരു ചെടി വെച്ചിട്ടുണ്ട്. അതൊരു ക്രീപ്പറാണ്, ഇങ്ങനെ ഒരു സ്ഥലത്ത് കയറി ചുറ്റുന്നൊരു ചെടിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ അതിന് ഇങ്ങനെ 3 ക്ലോ പോലൊരു സാധനമുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ സ്റ്റെമ്മിൽ തന്നെ ഉള്ളതാണ്. അതപ്പോൾ ഒരു സാധനത്തിൽ ഇങ്ങനെ ഇറുകി ക്യാച്ച് ചെയ്യും, ഇങ്ങനെ മുറുക്കി പിടിക്കും. കർത്താവ് അതൊരു ക്രീപ്പർ ആയതുകൊണ്ട് മുറുകെ പിടിക്കാനും അത് കയറാനും മേളോട്ട് ക്രീപ്പറിന് കയറാൻ വേണ്ടിയിട്ടും ആ കാര്യത്തിൽ പോലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കർത്താവ് ചെയ്തു വെച്ചിരിക്കുക. നമ്മുടെ ഉള്ളിൽ ആ പെർഫെക്റ്റ് സ്പിരിറ്റ് ഉള്ളപ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ കഴിയുന്നത് നമ്മുടെ ഒരു കാര്യത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പെർഫെക്റ്റ് അല്ല? നമ്മളെല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ്. ഒരു കാര്യത്തിൽ നിങ്ങൾ പെർഫെക്റ്റ് അല്ലാത്തതല്ല, എല്ലാ കാര്യത്തിലും നിങ്ങൾ പെർഫെക്റ്റ് ആണ്. കാരണം ആ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലുണ്ട്. ആമേൻ. എൻ്റെ കൂടെ പറഞ്ഞേ, കർത്താവിന്റെ എബിലിറ്റീസ് എൻ്റെ മേലുണ്ട്. ആമേൻ. കർത്താവിന്റെ എഫിഷ്യൻസി എൻ്റെ മേലുണ്ട്. കർത്താവിന്റെ പവർ എൻ്റെ മേലുണ്ട്. കർത്താവിന്റെ സഫിഷ്യൻസി എൻ്റെ മേലുണ്ട്. കർത്താവ് എന്നെ എംപവർ ചെയ്തിരിക്കുകയാണ്. കർത്താവ് എന്നെ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആക്കിയിരിക്കുകയാണ്. ഞാൻ ഒരിടത്തും പെർഫെക്റ്റ് അല്ലാത്തതിൽ എല്ലായിടത്തും പെർഫെക്റ്റ് ആണ്. എല്ലായിടത്തും കർത്താവിന്റെ ഗ്ലോറി മാനിഫെസ്റ്റഡ് ആകും. എല്ലായിടത്തും കർത്താവിന്റെ ആ എബിലിറ്റി മാനിഫെസ്റ്റഡ് ആകും. കാരണം ഹോളി സ്പിരിറ്റ് എൻ്റെ മേൽ വന്നപ്പോൾ ആ എബിലിറ്റി എൻ്റെ മേൽ വന്നു, ആ സഫിഷ്യൻസി എൻ്റെ മേൽ വന്നു. നമുക്കൊരു വാക്യം വായിക്കാം, ജോൺ 14:26. But the helper, comforter, advocate, intercessor, counselor, strengthener, stand by, the Holy Spirit whom the Father will send in my name. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകല ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. He will teach you all things. ഈ വാക്യത്തിൽ എഴുതിയിരിക്കുക, കർത്താവ് നമ്മളെ എല്ലാം പഠിപ്പിക്കും. എത്ര പേർക്ക് അറിയാം കർത്താവ് നമ്മളെല്ലാം പഠിപ്പിക്കുന്നു, എല്ലാം പറഞ്ഞു തരുന്നു. നമ്മൾ ചില കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കർത്താവിനോട് ചോദിക്കാം,
ചില കാര്യങ്ങൾ നമ്മൾ കർത്താവിനോട് ചോദിക്കത്തില്ല. അങ്ങനെ നമ്മൾ ഈ പാർട്ടീഷൻ ചെയ്ത പോലെ അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്ത പോലെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പയ്ക്ക് പണ്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അപ്പ ഇംഗ്ലീഷ് നന്നായി പറയും. ഓരോ ദിവസവും അപ്പ പുതിയ പുതിയ വാക്കുകൾ പഠിക്കുകയും അത് യൂസ് ചെയ്യുന്നതും കാണാം. അതിന് കാരണം എന്താണെന്ന് അറിയാം, കർത്താവിൻ്റെ പ്രസൻസ് ഇരിക്കുമ്പോൾ അപ്പനെ കർത്താവ് പഠിപ്പിക്കും. ആമേൻ. കർത്താവിൻ്റെ പ്രസൻസ് ഇരിക്കുമ്പോൾ അപ്പയ്ക്ക് അറിയാം അപ്പ ഫുള്ളി എക്യുപ്ഡ് ആണെന്ന്. അതുകൊണ്ട് അപ്പൊ ഓരോ ദിവസം വളരുക ചെയ്യുന്നത്. ഓരോ ദിവസം കർത്താവ് പഠിപ്പിക്കുന്നതിൽ നിന്ന് വളർന്നുകൊണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എസക്കേൽ അങ്കിളുടെ മീറ്റിങ്ങിന് പോയ സമയത്ത് അവിടെ ഒരു പാസ്റ്റർ വന്നു മലേഷ്യയിൽ. അപ്പൊ ആദ്യമായി പോയ സമയത്ത് അപ്പ എവിടെ പ്രസംഗിച്ച് കേട്ടിട്ട് അപ്പനെ മലേഷ്യയിലോട്ട് വിളിച്ച സമയത്ത് അപ്പ ഇംഗ്ലീഷ് സംസാരിക്കുമെന്ന് വിചാരിച്ച് 2007. പക്ഷെ ആ സമയത്ത് അപ്പക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞൂടാ, തമിഴ് സംസാരിക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ അവിടെ അപ്പനെ വിളിച്ച വ്യക്തി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അപ്പ ആകെ കൺഫ്യൂഷൻ അടിച്ച് എന്തോ പറയണ്ടേന്ന് ആലോചിച്ചുകൊണ്ടായിരുന്നേ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പാസ്റ്റർ പറഞ്ഞു തമിഴ് സംസാരിക്കാൻ അറിയാമെന്ന്. അപ്പോൾ പറഞ്ഞു ദോശ ഇഡ്ഡലിയൊക്കെ ചോദിക്കാൻ അറിയാം, അങ്ങനെ അത്രയും തമിഴ് എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പം അവിടെ നിന്ന് അവരോട് അപ്പയ്ക്ക് അറിയാവുന്ന തമിഴിൽ അപ്പം സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ ഈ പാസ്റ്ററോട് അപ്പം ദൂത് പറഞ്ഞു നീ ലക്ഷങ്ങളുടെ നടുവിൽ കർത്താവിനെ പറയൂന്ന്. അതൊക്കെ കഴിഞ്ഞ് അന്ന് മുതൽ ആ പാസ്റ്റർ അപ്പനെ തപ്പി അടക്കുക, ഇമെയിൽ അയക്കുക. പക്ഷെ അപ്പ ഇമെയിൽ മാറ്റിയുണ്ട്. അപ്പയ്ക്ക് ആ പാസ്റ്റർ അപ്പനെ അന്വേഷിക്കുന്ന അറിയത്തില്ലായിരുന്നു. ഇപ്രാവശ്യം വന്നപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞു ബ്രദറിന്റെ അന്നത്തെ അവസ്ഥ എനിക്ക് കറക്റ്റ് അറിയാം. അപ്പ ഇന്ന് അവിടെ അപ്പ ഈ പ്രാവശ്യം പോയപ്പോൾ അവിടെ ഇംഗ്ലീഷ് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പാസ്റ്റർ നോക്കിയിട്ട് പറയും പാസ്റ്ററിന് അന്ന് തമിഴ് സംസാരിക്കാൻ അറിയത്തില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല, എങ്ങനെ പാസ്റ്റർ ഈ നിലവാരത്തിലേക്ക് ഉയർന്നത്? ആ പാസ്റ്റർ ഞെട്ടിയിരിക്കുക. കാരണം ആ പാസ്റ്ററിന് അറിയാം അപ്പയ്ക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. അമേൻ. അപ്പ അവിടെ സന്തോഷത്തോടെ പറഞ്ഞ് അമേൻ എൻ്റെ മേൽ ഒരു പെർഫെക്റ്റ് സ്പിരിറ്റ് ഉണ്ട്, എൻ്റെ മേൽ എന്നെ എക്യുപ്പ് ചെയ്ത ഒരു ഹോളി സ്പിരിറ്റ് ഉണ്ട്. കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസം പെർഫെക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതാ അപ്പൊ ഓരോ ദിവസവും ഇംഗ്ലീഷിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇംഗ്ലീഷിലെ ആ പ്രൊഫിഷ്യൻസിയിൽ അപ്പൊ ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നതിന് കാരണം എന്താണെന്നറിയോ? ഹോളി സ്പിരിറ്റ് ഉണ്ടെന്നും അവൻ ഓരോ ദിവസം നമ്മളെ എക്യുപ്പ് ചെയ്യുന്നെന്നും അവൻ ഓരോ ദിവസം നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയും അവൻ ഓരോ ദിവസം നമ്മളെ ആ പെർഫെക്ഷനിലേക്ക് നടത്തുമെന്നും അപ്പയ്ക്ക് ബോധ്യമുണ്ട്. ആ പ്രസൻസിൽ ഇരിക്കുമ്പോൾ അപ്പൊ ആ കാര്യം മാനിഫെസ്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ് ആൻഡ് ഹി വിൽ ഹെൽപ്പ് യു റിമെമ്പർ എവറിത്തിങ് ദാറ്റ് ഐ ഹാവ് ടോൾഡ് യു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ കർത്താവ് എന്തൊക്കെയാണോ ഹെവൻലി കാര്യങ്ങൾ, ഹെവൻലി റെവലേഷൻസ് പറഞ്ഞ അത് മുഴുവൻ കർത്താവ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് മുഴുവൻ കർത്താവ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അവൻ നിങ്ങൾക്കറിയാത്തതായ ഒരു സീക്രറ്റ്സ് ഉണ്ടാകത്തില്ല, നിങ്ങൾക്കറിയാത്തതായ ഒരു കാര്യം ഉണ്ടാകത്തില്ല. കാരണം ഹോളി സ്പിരിറ്റ് വരുമ്പോൾ അവൻ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലായിരിക്കുന്നതുകൊണ്ട് അവൻ നിങ്ങളെ ഓരോ കാര്യത്തിലും പഠിപ്പിക്കും. പക്ഷെ നമ്മൾ അവനോട് ചോദിക്കാറില്ല. നമ്മൾ അവനെ ആ കാര്യങ്ങൾ പഠിപ്പിക്കാനോ ആ കാര്യങ്ങൾ ചെയ്യാനോ നമ്മൾ അവനോട് ചോദിക്കുകയോ അതിനെ അലോ ചെയ്യാറില്ല. നിങ്ങൾ ആ കാര്യം കർത്താവിനെ അലോ ചെയ്യുമ്പോഴാണ് അവൻ കർത്താവ് വേറെ ഒരാളും വേണ്ട എന്നെ പഠിപ്പിക്കാൻ, എൻ്റെ ഹോളി സ്പിരിറ്റ് മാത്രം മതി. കാരണം അവനാണ് എല്ലാം ഉണ്ടാക്കിയതും. സ്പിരിച്വൽ റെവലേഷൻസ് ആണ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വെളിച്ചം തരുന്നത് അല്ലേ? എത്രത്തോളം ഹോളി സ്പിരിറ്റ് വരും, ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് സ്പിരിച്വൽ റെവലേഷൻസ്, ഹെവൻലി റെവലേഷൻസ് നമ്മളിങ്ങനെ ഓരോ ദിവസവും അത് കർത്താവ് നമ്മളോട് പഠിപ്പിച്ചുകൊണ്ടേ ആയിരിക്കും. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കാത്തതില്ല, എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കും. ഹോളി സ്പിരിറ്റ് വരുന്ന നിമിഷം മുതൽ ആമേൻ നിങ്ങളുടെ ലൈഫ് എല്ലാ കാര്യത്തിലും അറിവുള്ളവരായിരിക്കും, എല്ലാ കാര്യത്തിലും ജ്ഞാനമുള്ളവരായിരിക്കും.
കാരണം അവൻ നിങ്ങളെ ഓരോ ദിവസവും പഠിപ്പിച്ചുകൊണ്ടായിരിക്കുന്നത്. അവൻ നിങ്ങളെ ഓരോ ദിവസവും പെർഫെക്ഷനിലേക്ക് നടത്തിക്കൊണ്ടായിരിക്കുന്നത്. എത്ര പേർക്കറിയാം കർത്താവ് നമ്മൾ ഓരോരുത്തരെയും കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ കർത്താവിന് വേറെ ഒരു കാര്യത്തിലും ഒരു വ്യക്തിക്കും നമ്മളെ ഡിസീവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. കാരണം ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാത്തെയും സൃഷ്ടിച്ചേയും എല്ലാത്തെയും ഉളവാക്കിയും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും അറിവുണ്ട്. പണ്ട് പറയുമായിരുന്നു, എനിക്ക് ഫിനാൻഷ്യൽ മേഖലയിൽ ആർക്കും എന്നെ പറ്റിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഭയങ്കര ഓർമ്മയാണ്, അതിൽ ആർക്കും പെട്ടെന്നൊന്നും എന്നെ പറ്റിക്കാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് അറിയാത്ത കാര്യങ്ങൾക്ക് ചിലപ്പോൾ എന്നെ പറ്റിക്കാം എന്ന് പറയുമായിരുന്നു. പറ്റിച്ചാൽ നമുക്ക് മനസ്സിലാവത്തില്ല എന്ന്. പക്ഷേ ഈ മെസ്സേജിൽ പറയുമായിരുന്നു, ഞാൻ ആ സമയത്ത് തിരുത്തി പറഞ്ഞു, എന്നെ ഒരാൾക്കും ഇനി പറ്റിക്കാൻ പറ്റത്തില്ല, കാരണം ഹോളി സ്പിരിറ്റ് എൻ്റെ മേലുണ്ടെന്ന്. ഒരാൾക്കും എന്നെ ഒരു കാര്യത്തിലും പറ്റിക്കാൻ പറ്റത്തില്ല, കാരണം ഹോളി സ്പിരിറ്റ് എൻ്റെ മേലുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞ കഴിഞ്ഞ ദിവസം 2-3 ആഴ്ച മുമ്പ് വീട്ടിലേക്ക് ദുബായിൽ നിന്ന് ലൈറ്റ് മേടിച്ചു. എല്ലാം കൂടെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് അവിടുത്തെ ഒരു അങ്കിളുടെ വീട്ടിൽ വെച്ചേക്കുമായിരുന്നു. ഹോളി സ്പിരിറ്റ് അപ്പയ്ക്കൊരു വെളിപ്പാട് കൊടുത്തു. ഉറങ്ങുന്ന സമയത്ത് ഒരു ഡ്രീം കൊടുത്തു, സ്വപ്നം കാണിച്ചു കൊടുത്തു. നീ മേടിച്ച ലൈറ്റ് അല്ലേ ഇരിക്കുന്നത്, പക്ഷെ ആ ലൈറ്റിൽ സ്ട്രൈപ്സ് ഉള്ള ലൈറ്റാണ് ഇരിക്കുന്നതെന്ന് വെളിപ്പാട് കൊടുത്തു. രാവിലെ എഴുന്നേറ്റിട്ട് സാധാരണ വെളിപ്പാടൊന്നും കാണാറില്ല, സാധാരണ സ്വപ്നങ്ങളൊന്നും കാണാറില്ല. രാവിലെ എഴുന്നേറ്റ് എന്തുവാ രാത്രിയിൽ ലൈറ്റിൽ കുറെ വരയും പുള്ളിയുള്ള ഇത് കാണുന്നതെന്ന് വിചാരിച്ചു. അതിനെ ഇഗ്നോർ ചെയ്തു. കർത്താവ് അപ്പടുത്ത് ഇടപെട്ടതിന് കാരണം അവൻ അത് ചിന്തിക്കത്തില്ല എന്ന്, അത് ചിന്തിക്കത്തില്ല എന്ന് കർത്താവിന് മനസ്സിലായതുകൊണ്ട് എടുത്ത് സ്വപ്നത്തിലൂടെ കർത്താവ് ഇടപെട്ടതാണ്. ഇപ്രാവശ്യം ആ ബ്രദറിനോട് സംസാരിക്കുമ്പോൾ ആ ബ്രദർ ഇങ്ങനെ പറയുമായിരുന്നു, ബ്രദർ പറഞ്ഞ ശരിയാ, വീട്ടിൽ ഇരിക്കുന്ന ലൈറ്റ് നമ്മൾ മേടിച്ച ലൈറ്റ് അല്ല, പക്ഷെ വരെയുള്ള ലൈറ്റാണ്. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന് എല്ലാം അറിയാം, അതുകൊണ്ട് നമുക്കും എല്ലാം അറിയാം. നമ്മളെല്ലാ കാര്യത്തിലും മുഴുവൻ ജ്ഞാനമുള്ളവരായിരിക്കുന്നത്, കാരണം ഹോളി സ്പിരിറ്റ് നമ്മുടെ മേലുണ്ട്. നിങ്ങളെ എത്രത്തോളം അത് കൺട്രോൾ ചെയ്യുന്നു, അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ അത് മാനിഫെസ്റ്റഡ് ആവാനേ തുടങ്ങും. എത്രത്തോളം നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യുന്നു, നിങ്ങളുടെ ലൈഫിൽ അത്രത്തോളം അത് മാനിഫെസ്റ്റഡ് ആവാൻ തുടങ്ങും. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റേ, എന്നോട് നിങ്ങൾ കൺഫസ് ചെയ്തേ, എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും അറിവുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളിലും ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയും. എന്നിൽ വർക്ക് ചെയ്യുന്നത് കർത്താവിൻ്റെ എബിലിറ്റിയാണ്, എന്നിൽ വർക്ക് ചെയ്യുന്ന കർത്താവിൻ്റെ എഫിഷ്യൻസിയാണ്, എന്നിൽ വർക്ക് ചെയ്യുന്ന കർത്താവിൻ്റെ സഫിഷ്യൻസി വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു കാര്യം അറിയാത്തതായില്ല. സ്വർഗത്തിലെയും ഭൂമിയിലെ എല്ലാ സീക്രട്സും എനിക്കറിയാം, സ്വർഗത്തിലെയും ഭൂമിയിലെ എല്ലാ സീക്രട്സും എനിക്കറിയാം. കാരണം ആ ഹോളി സ്പിരിറ്റ്, ആ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു കാര്യം അറിയാത്തതായിട്ടില്ല. ഞാൻ ഓരോ നിമിഷം ആ ഗ്ലോറിയസ് ലൈഫിലാണ് ജീവിക്കുന്നത്. ഞാൻ ഓരോ നിമിഷം ആ ഫുള്ളി എക്യുപ്ഡ് ലൈഫിലാണ് ആയിരിക്കുന്നത്. കർത്താവ് എന്നെ ഫുള്ളി എക്യുപ്പ് ചെയ്തു. ആ ഗ്ലോറിയസ് ലൈഫിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എന്നോട് കൺഫസ് ചെയ്ത് നമ്മൾ ഓരോരുത്തർ ഗ്ലോറിയസ് ലൈഫിലാണ് ആയിരിക്കുന്നത്. കർത്താവിന്റെ ആ എബിലിറ്റി എന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കർത്താവിന്റെ സഫിഷ്യൻസി എന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കർത്താവിന്റെ എഫിഷ്യൻസി എന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ആ ഗ്ലോറിയസ് ലൈഫിലാണ് ആയിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവർ ഈ നിമിഷം മുതൽ ഇത് വിശ്വസിക്കുകയും അതിൽ കൺഫസ് ചെയ്യുന്നെങ്കിൽ അവരുടെ ലൈഫിൽ അത് മാനിഫെസ്റ്റഡ് ആകട്ടെ, അവരുടെ ലൈഫിൽ അത് വെളിപ്പെടട്ടെ. അവരിലൂടെ കർത്താവിന്റെ എബിലിറ്റീസ് വെളിപ്പെടട്ടെ. അവരുടെ ലൈഫിൽ ആ ഗ്ലോറി വെളിപ്പെടട്ടെ. കർത്താവിന്റെ ആ എഫിഷ്യൻസി വെളിപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്.